ആപ്ലിക്കേഷൻസിൽ നമ്മൾ എവിടെ നിന്ന് തുടങ്ങിയത്? ആഡർ സമ്മിങ് ആംപ്ലിഫയർ ഉണ്ടായിരുന്നു, പിന്നെ ഡിഫറൻസ് ആംപ്ലിഫയർ ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ 3-4 വോൾട്ടേജസ് കൊടുത്തു കഴിഞ്ഞാൽ അതെല്ലാം ആഡ് ചെയ്യുന്ന കൂടാതെ ആ കിട്ടുന്ന ആഡ് ചെയ്ത് കിട്ടുന്ന ആൻസറിനെ ഒന്ന് ആംപ്ലിഫൈ കൂടെ ചെയ്യുകയാണെങ്കിൽ അല്ലെ, അതായത് 2 ടൈംസോ 3 ടൈംസോ 4 ടൈംസോ ഒന്ന് ആംപ്ലിഫൈ കൂടെ ചെയ്യുകയാണെങ്കിൽ അതിനെന്ത് വിളിക്കും? സമ്മിങ് ആംപ്ലിഫയർ എന്ന് വിളിക്കും. ഇനി കുറെ വോൾട്ടേജ് 3 വോൾട്ടേജ് കൊടുത്തു, ആ വോൾട്ടേജിനെ ജസ്റ്റ് ആഡ് ചെയ്യുകയാണെങ്കിൽ അതിന് ആ സർക്യൂട്ട് എന്ത് വിളിക്കും? ആഡർ എന്ന് വിളിക്കും. അതിന്റെ ഡെറിവേഷൻ ഒക്കെ നമ്മൾ എന്ത് ചെയ്തു? പഠിച്ചു. ഇനി നമ്മൾ പിന്നെന്തായിരുന്നു പഠിച്ചത്? ഡിഫറൻസ് ആംപ്ലിഫയർ. ഇപ്പൊ ഡിഫറൻസ് ആംപ്ലിഫയർ എന്ന് പറഞ്ഞാൽ എന്താ? 2 വോൾട്ടേജസ് കൊടുത്തു കഴിഞ്ഞാൽ ആ വോൾട്ടേജിന്റെ ഡിഫറൻസ് എന്ത് ചെയ്യും? ഈ ഓപ്പ് ആമ്പ് കണ്ടുപിടിക്കും, സർക്യൂട്ട് കണ്ടുപിടിക്കും. അത് കൂടാതെ അതിനെന്ത് ചെയ്യും? ഒന്ന് ആംപ്ലിഫൈ കൂടെ ചെയ്യും. അതിനാണ് എന്ത് വിളിക്കുക? ഡിഫറൻസ് ആംപ്ലിഫയർ. ഇനി 2 വോൾട്ടേജസ് കൊടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് അതിന് ഡിഫറൻസ് മാത്രം കണ്ടുപിടിക്കുന്ന സർക്യൂട്ടിന് എന്ത് വിളിക്കും? നമ്മുടെ സബ്ട്രാക്ടർ എന്ന് വിളിക്കും. അപ്പൊ സബ്ട്രാക്ടറും ഡിഫറൻസ് ആംപ്ലിഫയർ തമ്മിലുള്ള വ്യത്യാസം എന്താ? സബ്ട്രാക്ട് ചെയ്തിട്ട് അതിനൊന്ന് ആംപ്ലിഫൈ ആണെങ്കിൽ എന്തായി മാറിയത്? ഡിഫറൻസ് ആംപ്ലിഫൈ ആയി മാറി. അതുപോലെ ആഡ് ചെയ്തിട്ട് അതിനൊന്ന് ആംപ്ലിഫൈ ആണെങ്കിൽ എന്ത് വിളിക്കും? അതിനെ സമ്മിങ് ആംപ്ലിഫയർ എന്ന് വിളിക്കും. ഇനി നമുക്ക് പഠിക്കാനുള്ള എന്താണ്? കമ്പാരേറ്റർ സർക്യൂട്ട് ആണ്. ഈ സ്ലൈഡ് വന്നില്ലേ അഭിനന്ദേ? ഹലോ. കമ്പാരേറ്റർ എന്താ കമ്പയർ ചെയ്യാന്ന് പറഞ്ഞാല് നമ്മള് രണ്ടാൾക്കാർ തമ്മിൽ അല്ലെ, നമ്മളെല്ലാം കമ്പയർ ചെയ്യില്ലേ? അല്ല, എന്നെ കാണാൻ മോഹൻലാലിനെക്കാളും സൂപ്പർ ആണെന്നും പറയും. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യാ? കാണാൻ മോഹൻലാലിനേക്കാളും സൂപ്പർ എന്ന് പറയുമ്പോൾ എന്താ? നമുക്കൊരു റെഫറൻസ് വേണം അല്ലെ. അപ്പൊ മോഹൻലാലിന്റെ സൗന്ദര്യത്തെക്കാളും എന്തുണ്ട്? നിന്റെ സൗന്ദര്യം കൂടുതലാണ്. അപ്പൊ നമുക്ക് കമ്പയർ ചെയ്യണമെങ്കിൽ എപ്പോഴും ഒന്നെന്തായിരിക്കണം? റെഫറൻസ് ആയിരിക്കണം. അപ്പൊ ഇവിടെ ഈ കമ്പാരേറ്റർ എന്താ ചെയ്യാന്ന് വെച്ചാൽ, കമ്പയർ ചെയ്യണമെങ്കിൽ അവനൊരു റെഫറൻസ് വോൾട്ടേജ് നമ്മൾ കൊടുക്കണം. അപ്പൊ ഈ സർക്യൂട്ടിൽ കണ്ട നമ്മൾ ഇൻവേർട്ടിംഗ് ടെർമിനൽ എന്ത് ചെയ്യുന്നത്? ഒരു റെഫറൻസ് വോൾട്ടേജ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ കൊടുക്കുന്ന എന്ത്? ഇൻപുട്ട് വോൾട്ടേജ്. അപ്പൊ ഈ സർക്യൂട്ട് എന്താ ചെയ്യുക? നിങ്ങൾ കൊടുക്കുന്ന വോൾട്ടേജ് ഈ റെഫറൻസ് വോൾട്ടേജിനേക്കാൾ കൂടുതലാണോ കുറവാണോ എന്ന് എന്ത് ചെയ്യും? ചെക്ക് ചെയ്യും. അപ്പൊ കൂടുതലാണെങ്കിൽ എന്ത് ചെയ്യും? ഒരു ഔട്ട്പുട്ട് തരും. കുറവാണെങ്കിൽ എന്ത് ചെയ്യും? വേറത്തെ ഒരു ഔട്ട്പുട്ട് ആണ് എന്ത് ചെയ്യുക? ഈ സർക്യൂട്ട് പ്രൊവൈഡ്. അത് നിങ്ങളോട് പറയും, നിങ്ങൾ കൊടുക്കുന്ന വോൾട്ടേജ് റെഫറൻസ് വോൾട്ടേജിനേക്കാൾ കൂടുതലാണ് അല്ലെങ്കിൽ റെഫറൻസ് വോൾട്ടേജിനേക്കാളും കുറവാണ് എന്ന് പറയുന്ന സർക്യൂട്ടിനാണ് എന്ത് വിളിക്കുക? കമ്പാരേറ്റർ സർക്യൂട്ട് വിളിക്കുക. അപ്പൊ കമ്പാരേറ്റർ സർക്യൂട്ട് എന്താ? ഇറ്റ് കമ്പയർസ് 2 വോൾട്ടേജസ്. അല്ല, 2 വോൾട്ടേജിനാണ് എന്ത് ചെയ്യുക? കമ്പയർ ചെയ്യുക ആൻഡ് പ്രൊഡ്യൂസസ് ആൻ ഔട്ട്പുട്ട്. ഇനി ഇവൻ തരുന്ന ഔട്ട്പുട്ട് ഒന്നിക്കിൽ പ്ലസ് വി സാറ്റ് ആയിരിക്കും, അല്ലെങ്കിലോ മൈനസ് വി സാറ്റ് ആയിരിക്കും. അപ്പൊ പ്ലസ് വി സാറ്റ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് 14 വോൾട്ട് തരും, അല്ലെങ്കിൽ ഇവൻ എന്താ തരും? ഔട്ട്പുട്ട് നെഗറ്റീവ് 14 വോൾട്ട് തരും. എപ്പോഴാണ്? വെൻ ദി ഇൻപുട്ട് വോൾട്ടേജ് എക്സീഡ്സ് ദി റെഫറൻസ് വോൾട്ടേജ്. അപ്പൊ നിങ്ങൾ കൊടുക്കുന്ന ഇൻപുട്ട് വോൾട്ടേജ് റെഫറൻസ് വോൾട്ടേജിനേക്കാളും കൂടുതലാണെങ്കിൽ ഈ സർക്യൂട്ട് എന്ത് ചെയ്യും? ഒന്നുകിൽ 14 വോൾട്ട് തരും, അല്ലെങ്കിലോ മൈനസ് 14 വോൾട്ട് ആണ് എന്ത് പുറത്തേക്ക് തരിക. അപ്പൊ അതിനനുസരിച്ച് 2 തരം കമ്പാരേറ്റർ ഉണ്ട്. ഇൻവേർട്ടിംഗ് കമ്പാരേറ്റർ ഉണ്ട്, പിന്നെയോ നോൺ ഇൻവേർട്ടിംഗ് കമ്പാരേറ്റർ. അപ്പൊ കമ്പാരേറ്റർ എന്താ മനസ്സിലായ? എന്താ? ഇറ്റ്സ് എ സർക്യൂട്ട് which has 2 input voltages അല്ലെ and produces an output voltage which is either output voltage ഒന്നുകിൽ എന്തായിരിക്കും? either plus Vsat or minus Vsat. എപ്പോഴും? when the input voltage exceeds the reference voltage. input voltage റെഫറൻസ് വോൾട്ടേജിനേക്കാളും കൂടുമ്പോൾ ഇവൻ ഒന്നുകിൽ പ്ലസ് Vsat തരും, അല്ലെങ്കിലോ മൈനസ് Vsat തരും. പറയുന്നത് മനസ്സിലാവുണ്ടോ? ഇനി ഇവൻ തരുന്നത് പോസിറ്റീവ് Vsat ആണെങ്കിൽ അതിനെന്ത് വിളിക്കും? നമ്മൾ നോൺ ഇൻവേർട്ടിംഗ് കമ്പാരേറ്റർ എന്ന് വിളിക്കും. ഇനി ഇയാൾ തരുന്ന ഔട്ട്പുട്ട് വോൾട്ടേജ് നെഗറ്റീവ് Vsat ആണെങ്കിൽ എന്ത് വിളിക്കും? അതിനെ ഇൻവേർട്ടിംഗ് കമ്പാരേറ്റർ വിളിക്കും. അപ്പൊ അതൊക്കെ വിട് നിങ്ങൾ. ഈ സർക്യൂട്ട് മനസ്സിലായോ അല്ലെ? ഒന്നുമില്ല, വെറും ഒരു ഓപ്പ് ആമ്പ് എടുക്കുക. ഇതിന്റെ നെഗറ്റീവ് ടെർമിനൽ നമ്മൾ ആദ്യം പഠിക്കുന്നത് എന്താ? നോൺ ഇൻവേർട്ടിംഗ് കമ്പാരേറ്റർ. അപ്പൊ എന്താന്ന് പറഞ്ഞുതരാം. അപ്പൊ ഇത് നെഗറ്റീവ് ടെർമിനൽ നിങ്ങൾ കൊടുക്കുന്ന റെഫറൻസ് വോൾട്ടേജ് കൊടുക്കും. പോസിറ്റീവ് ടെർമിനലോ നിങ്ങളുടെ ഇൻപുട്ട് വോൾട്ടേജ് എന്ത് ചെയ്യും? കൊടുക്കും. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് നോക്കാം എന്താ സംഭവിക്കുന്നതെന്ന്. ഈ സർക്യൂട്ടിൽ നിങ്ങൾ കൊടുക്കുന്ന ഇപ്പൊ റെഫറൻസ് വോൾട്ടേജ് 5 വോൾട്ട് ആണെന്ന് വിചാരിച്ചോ. മനസ്സിലായി? അപ്പൊ ഞാൻ റെഫറൻസ് വോൾട്ടേജ് എത്രയാണ് കൊടുത്തത്? പ്ലസ് 5 വോൾട്ട്. ക്ലിയർ അല്ലേ? ഇനി നിങ്ങൾ കൊടുക്കുന്ന വോൾട്ടേജ് ഇൻപുട്ട് വോൾട്ടേജ് 5 വോൾട്ടിനേക്കാളും കൂടുതലാണെങ്കിൽ ഔട്ട്പുട്ട് എന്തായിരിക്കും? അതായത് നിങ്ങൾ കൊടുക്കുന്ന വോൾട്ടേജ് ഇതിന് ഇൻപുട്ട് റെഫറൻസ് വോൾട്ടേജിനേക്കാളും കൂടിയില്ലേ? കൂടിക്കഴിഞ്ഞാൽ ഔട്ട്പുട്ട് നിങ്ങൾക്ക് എത്ര കിട്ടും? 14 വോൾട്ട് കിട്ടും. മനസ്സിലായി? പ്ലസ് 14 വോൾട്ട് ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? നോൺ ഇൻവേർട്ടിംഗ് കമ്പാരേറ്റർ. പറഞ്ഞ മനസ്സിലായി? ഇനി ഇൻപുട്ട് വോൾട്ടേജ് റെഫറൻസ് വോൾട്ടേജിനേക്കാളും കൂടുമ്പോൾ നിങ്ങൾക്ക് മൈനസ് 14 വോൾട്ടാണ് കിട്ടുന്നത്, അതിനെന്ത് വിളിക്കും? ഇൻവേർട്ടിംഗ് കമ്പാരേറ്റർ എന്ന് വിളിക്കും. അപ്പൊ കൺഫ്യൂഷൻ ആവാനില്ല. നമ്മൾ ആദ്യം പഠിക്കുന്നത് എന്താ? നോൺ ഇൻവേർട്ടിംഗ് കമ്പാരേറ്റർ. അപ്പൊ നോൺ ഇൻവേർട്ടിംഗ് കമ്പാരേറ്ററിൽ നിങ്ങൾ നെഗറ്റീവ് ടെർമിനൽ എന്ത് കൊടുക്കുക? റെഫറൻസ് വോൾട്ടേജ് കൊടുക്കുക. പോസിറ്റീവ് ടെർമിനൽ എന്ത് കൊടുക്കുക? ഇൻപുട്ട് വോൾട്ടേജ് കൊടുക്കുക. ഇനി അതിന്റെ വർക്കിംഗ് എങ്ങനെയാ? നിങ്ങൾ കൊടുക്കുന്ന ഇൻപുട്ട് വോൾട്ടേജ് ഈ റെഫറൻസ് വോൾട്ടേജിനേക്കാളും കൂടുതലാണെങ്കിൽ ഔട്ട്പുട്ടിൽ എത്ര കിട്ടുക?
പ്ലസ് വി സാറ്റ് അല്ലെങ്കിൽ 14 പോസിറ്റീവ് 14 വോൾട്ട് കിട്ടും. നിങ്ങൾ കൊടുക്കുന്ന ഇൻപുട്ട് വോൾട്ടേജ് ഈ റഫറൻസ് വോൾട്ടേജിനേക്കാളും കുറവാണെങ്കിൽ എത്ര കിട്ടുക? മൈനസ് വി സാറ്റ് ആണ് കിട്ടുക. ക്ലിയർ അല്ല അഭിനന്ദ്? ഹലോ അഭിനന്ദ്, അഭിനന്ദേ, ഹലോ. ക്ലിയർ അല്ലേ? പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? ആ ഒന്നുമില്ലടോ, നിങ്ങൾ ഒന്നിലെ റഫറൻസ് വോൾട്ടേജ്, ഞാൻ ഇപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കാം, 5 വോൾട്ട് കൊടുത്തു, നിങ്ങൾ എന്ത് ചെയ്തു? ഒരു ഇൻപുട്ട് വോൾട്ടേജ് കൊടുത്തു. ഇനി നിങ്ങൾക്ക് കിട്ടുന്ന വോൾട്ടേജ് 14 വോൾട്ട് ആണെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? ഔട്ട്പുട്ട് പ്ലസ് വി സെറ്റ് ആണ് അതിന്റെ അർത്ഥം എന്താ? നിങ്ങൾ കൊടുത്ത ഇൻപുട്ട് വോൾട്ടേജ് ഈ 5 വോൾട്ടിനേക്കാൾ എന്തായിരിക്കും? കൂടുതലായിരിക്കും. പറയാൻ മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾക്ക് ഇത് ഇനി മൈനസ് 14 അല്ലെങ്കിൽ മൈനസ് വി സി സി ആ കിട്ടുന്ന വി സാറ്റ് ആ കിട്ടുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? നിങ്ങൾ കൊടുത്ത ഇൻപുട്ട് വോൾട്ടേജ് ഈ റഫറൻസ് വോൾട്ടേജ് ആയ 5 വോൾട്ടിനേക്കാൾ എന്തായിരിക്കും? കുറവായിരിക്കും. പറഞ്ഞ മനസ്സിലായി? അപ്പൊ ഇവിടെ പ്ലസ് വി സാറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അർത്ഥം എന്താ? ഇൻപുട്ട് വോൾട്ടേജ് റഫറൻസ് വോൾട്ടേജിനേക്കാളും കൂടുതലാണ്. മൈനസ് വി സാറ്റ് ആണ് കിട്ടുന്നത്, അതിന്റെ അർത്ഥം എന്താ? ഇൻപുട്ട് വോൾട്ടേജ് ഈ റഫറൻസ് വോൾട്ടേജിനേക്കാൾ എന്തായി പോയി? കുറവായി പോയി. അതാണ് എന്ത്? കമ്പാരേറ്റർ. ക്ലിയർ അല്ല? അടുത്ത സ്ലൈഡ് വന്നു അഭിനന്ദേ. അപ്പൊ നമ്മൾ കൊടുക്കുന്ന എന്തായിരുന്നു? 2 വോൾട്ടേജ് ഉണ്ട് അല്ല? നെഗറ്റീവ് ടെർമിനൽ റഫറൻസും കൊടുക്കും, പോസിറ്റീവ് ടെർമിനൽ നമ്മൾ എന്ത് കൊടുക്കും? ഇൻപുട്ട് വോൾട്ടേജ് കൊടുക്കും. ഈ ഗ്രാഫ് നിങ്ങൾ നോക്കിയട്ടെ. ഈ ഗ്രാഫിൽ റഫറൻസ് വോൾട്ടേജ് എന്ന് പറയുന്നത് ഒരു ഡി സി ആണ്, അതായത് 5 വോൾട്ട് ആണ് ധരിച്ചു അല്ല? റഫറൻസ് വോൾട്ടേജ് കോൺസ്റ്റന്റ് ഡി സി കണ്ട, ഡോട്ടഡ് ലൈൻ വേണ്ട, 5 വോൾട്ടാണ് കൊടുത്തത്. നിങ്ങൾ ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്ന എന്താണ്? ഒരു സൈൻ വേവാ, സംശയമില്ലല്ലോ. ഇനി ഈ മൗസിന്റെ പോയിന്റർ ഉണ്ട്, എന്റെ ഈ ഒരു പോയിന്റിൽ എന്താ സംഭവിക്കുന്നത്? ഈ പോയിന്റിന് ശേഷം എന്താ സംഭവിക്കുന്നത്? അഭിനന്ദേ? സൈൻ വേവിന്റെ വോൾട്ടേജ് ഇങ്ങനെ കൂടി കൂടി വരിക അല്ല? ഇതാ ഈ ഒരു പോയിന്റ് കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നിങ്ങളുടെ ഇൻപുട്ട് വോൾട്ടേജ്, അതായത് സൈൻ വേവ് ഏതിനേക്കാളും കൂടി? റഫറൻസ് വോൾട്ടേജിനേക്കാളും കൂടിയില്ലേ? ശരിയല്ലേ? റഫറൻസ് വോൾട്ടേജിനേക്കാളും കൂടി. ഇതാ ഇവിടെ എല്ലാം ഇൻപുട്ട് വോൾട്ടേജ് റഫറൻസ് വോൾട്ടേജിനേക്കാളും കൂടുതലാണ് അല്ലേ? കണ്ടോ? ഇവിടെ എല്ലാം കൂടുതലാണ്. ഈ പോയിന്റിൽ എത്തുമ്പോൾ ഇൻപുട്ട് വോൾട്ടേജ് എന്താ? റഫറൻസ് വോൾട്ടേജിനേക്കാളും എന്തായിപ്പോയി? കുറവായിപ്പോയി. അപ്പോൾ ഇവിടുന്ന് ഇത്രയും പോർഷനിൽ ഇൻപുട്ട് വോൾട്ടേജ് എന്തിനേക്കാളും കൂടുതലാണ്? ഇങ്ങോട്ട് കൊടുത്ത റഫറൻസ് വോൾട്ടേജിനേക്കാളും കൂടുതലാണ്. അപ്പോൾ ഔട്ട്പുട്ട് എന്താ വരേണ്ടത്? എന്താ വരേണ്ടത് അഭിനന്ദേ? അഭിനന്ദ്, വേഗം പറയാം, പെട്ടെന്ന് പറയാം, സമയം കളയല്ല. അഭിനന്ദ് പോയി. ആദിത്യ ഉണ്ട് അവിടെ? ആദിത്യ, പറഞ്ഞോട്ടെ. നീ ഈ ഒരു പോയിന്റിൽ ഇവിടുന്ന് ഇവിടെ വരെ ഇൻപുട്ട് വോൾട്ടേജ് എന്താ? റഫറൻസ് വോൾട്ടേജിനേക്കാളും കൂടുതലല്ലേ? അപ്പോൾ ഔട്ട്പുട്ട് എന്തായിരിക്കും? ഞാൻ പറഞ്ഞില്ലേ, ഇൻപുട്ട് വോൾട്ടേജ് ഔട്ട്പുട്ട് വോൾട്ടേജിനേക്കാളും അല്ല, റഫറൻസ് വോൾട്ടേജിനേക്കാളും കൂടുമ്പോൾ വരിക പ്ലസ് വി സാറ്റ് അല്ലേ? നോക്കിയട്ടെ, ഇതാ ഇവിടുന്ന് ഇവിടം വരെ ഇൻപുട്ട് വോൾട്ടേജ് റഫറൻസ് വോൾട്ടേജിനേക്കാളും കൂടുതൽ. ഇതാ ഈ വരാന്റെ മേലെയല്ലേ ഉള്ളത്? അപ്പൊ ഔട്ട്പുട്ട് എന്തായിരിക്കും? നോക്കിയട്ടെ, കണ്ട, പ്ലസ് വി സാറ്റ്. ശരിയല്ലേ? ഇനി അതിനുശേഷം ഇതാ ഇവിടുന്ന് ഇവിടെ വരെ നോക്കിയിട്ട് നിങ്ങൾ ഇൻപുട്ട് വോൾട്ടേജ് ഈ റഫറൻസ് വോൾട്ടേജ് സ്ട്രെയിറ്റ് ലൈൻ ഉണ്ടാ, അതിനേക്കാളും താഴെയല്ലേ ഉള്ളത്? അതിനേക്കാളും കുറവാ. ശരിയല്ലേ? അപ്പൊ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്തായിരിക്കണം? മൈനസ് വി സാറ്റ്, അതായത് മൈനസ് 14 വോൾട്ട്. കണ്ട ഗ്രാഫ് കണ്ട? പിന്നെ വീണ്ടും ഇതാ ഇവിടുന്ന് ഈ പോയിന്റിൽ വരെ നിങ്ങൾ നോക്കിയിട്ട് സൈൻ വേവ് ഏതിന് മേലെയാ ഉള്ളത്? ഈ റഫറൻസ് വോൾട്ടേജിന് മേലെയാ ഉള്ളത് അല്ലെ? അതായത് ഇൻപുട്ട് വോൾട്ടേജ് റഫറൻസ് വോൾട്ടേജിനേക്കാൾ എന്താ? കൂടുതലാ. അപ്പൊ ഔട്ട്പുട്ട് എന്തായിരിക്കും? പ്ലസ് വി സാറ്റ്. പിന്നെ ഇതിന് ശേഷം നോക്കിയിട്ട് നിങ്ങൾ ഇൻപുട്ട് വോൾട്ടേജ് റഫറൻസ് വോൾട്ടേജിനേക്കാൾ എന്താണ്? കുറവാണ്. അപ്പൊ ഔട്ട്പുട്ട് എന്തായിരിക്കും? മൈനസ് വി സാറ്റ് ആയിരിക്കും. ശരിയല്ലേ? ഇത് മനസ്സിലായിനാ പറഞ്ഞത്? ആദിത്യ, മനസ്സിലായി. അപ്പോ നിങ്ങൾ ഈ ഗ്രാഫ് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ പ്ലസ് വി സാറ്റ് അല്ലേ? അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഇവിടെ ഇത്രയും സമയം ഇൻപുട്ട് വോൾട്ടേജ് എന്തായിരിക്കും? റഫറൻസ് വോൾട്ടേജിനേക്കാളും കൂടുതലായിരിക്കും. സത്യമല്ലേ? നോക്കിയിട്ട് ഇത്രയും സമയം ഇൻപുട്ട് വോൾട്ടേജ് എന്താ? റഫറൻസ് വോൾട്ടേജിനേക്കാളും കൂടുതലാണ്. ഇവിടെ എന്താ കിട്ടുന്നത്? മൈനസ് വി സാറ്റാ അല്ലെ? മൈനസ് വി സാറ്റ്. അപ്പൊ ഇത്രയും സമയം ഇൻപുട്ട് വോൾട്ടേജ് എന്തായിരിക്കും? റഫറൻസ് വോൾട്ടേജിനേക്കാളും കുറവായിരിക്കും. കണ്ടാ? ഇത്രയും സമയം നോക്കിയിട്ട് സത്യമല്ലേ? ഇൻപുട്ട് വോൾട്ടേജ് റഫറൻസ് വോൾട്ടേജിനേക്കാൾ എന്താണ്? കുറവാണ്. അപ്പൊ ഇങ്ങനെയുള്ള സർക്യൂട്ടിനാണ് നമ്മൾ എന്ത് വിളിക്കുക? നോൺ ഇൻവേർട്ടിംഗ് കമ്പാരേറ്റർ. മനസ്സിലായി? അപ്പൊ കൂടുതലാവുമ്പോൾ, അതായത് ഇൻപുട്ട് വോൾട്ടേജ് റഫറൻസ് വോൾട്ടേജിനേക്കാളും കൂടുതലാവുമ്പോൾ
നിങ്ങൾക്ക് പോസിറ്റീവ് ആണ് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അതിനെ എന്ത് വിളിക്കും? നോൺ ഇൻവേർട്ടിംഗ് കമ്പാരേറ്റർ എന്ന് വിളിക്കും. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് അടുത്ത പഠിക്കാനുള്ള എന്തായിരിക്കും? അദ്വൈത് പറഞ്ഞോട്ടെ. ഇൻവെർട്ടിംഗ് കമ്പാറ്റർ. ഇനി എന്ത് വേണം? ഇൻവേർട്ടിംഗ് കമ്പാരേറ്റർ പഠിക്കണം. അപ്പൊ ഇൻവേർട്ടിംഗ് കമ്പാരേറ്റർ അദ്വൈത് പറഞ്ഞിട്ട് എന്തായിരിക്കും? നിങ്ങളുടെ ഇൻപുട്ട് വോൾട്ടേജ് റഫറൻസ് വോൾട്ടേജിനേക്കാളും കൂടുതലാണെങ്കിൽ ഔട്ട്പുട്ട് എന്തായിരിക്കും? നേരത്തെ പ്ലസ് വി സാറ്റിലെ കിട്ടിയത്, ഇപ്പം എന്ത് കിട്ടണം? മൈനസ് വി സാറ്റ് കിട്ടണം. ക്ലിയർ അല്ല? അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? സെയിം ഡയഗ്രാം തന്നെ എന്ത് ചെയ്യുക? അതിന്റെ പോസിറ്റീവ് നെഗറ്റീവ് എന്ത് ചെയ്യുക? മാറ്റുക. അപ്പൊ ഇപ്പോഴും നിങ്ങൾ റഫറൻസ് എവിടെ കൊടുക്കണം? നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിൽ കൊടുക്കണം. ഇൻപുട്ട് എവിടെ കൊടുക്കണം? ഇൻവേർട്ടിംഗ് ടെർമിനലിൽ കൊടുക്കണം. മനസ്സിലായോ? നേരെ അതേ ഡയഗ്രാം തന്നെ നേരെ തലയിരിച്ച് വരിക. സെയിം ഡയഗ്രാം തന്നെ ഈ വി ഇന്നും റഫറൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുക. നേരത്തെ ഇൻപുട്ട് പ്ലസ് ടെർമിനലിൽ കൊടുത്തേ, അത് എന്ത് ചെയ്യുക? ഇനി മൈനസ് ടെർമിനലിൽ കൊടുക്കുക. റഫറൻസിന് എന്ത് ചെയ്യുക? ഇങ്ങനെ എവിടെയും കൊടുക്കുക. അപ്പൊ എന്തായിരിക്കും ഔട്ട്പുട്ട്? അദ്വൈത് പറഞ്ഞോട്ടെ. ഇൻപുട്ട് വോൾട്ടേജ് നേരെ ഓപ്പോസിറ്റ് വരും. ഇൻപുട്ട് വോൾട്ടേജ് അല്ലെ റഫറൻസ് വോൾട്ടേജിനേക്കാളും കൂടുതലായ അവസ്ഥയിൽ എന്താ സംഭവിക്കുക? നേരത്തെ പോസിറ്റീവ് വി സാറ്റിൽ കിട്ടിയ, അപ്പൊ ഇവിടെ എന്ത് കിട്ടണം? കുറച്ചത് പറയാം അദ്വൈതേ. മൈനസ് വി സാറ്റ്. മൈനസ് വി സാറ്റ്. നോക്കിയിട്ടെ, ഇതാണ് നിങ്ങളുടെ റഫറൻസ് വോൾട്ടേജിന്റെ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് നമ്മൾ റഫറൻസ് വോൾട്ടേജ് വരച്ചിട്ടുണ്ട് അല്ലെ? നിങ്ങളുടെ സൈൻ വേവാ. അപ്പൊ ഈ പോയിന്റിൽ നോക്കിയിട്ട് ഈ പോയിന്റിൽ സൈൻ വേവ് ആരെക്കാളും വലുതായി? ഏത് വോൾട്ടേജിനേക്കാളും കൂടിപ്പോയി? റഫറൻസ് വോൾട്ടേജിനേക്കാളും കൂടി. അപ്പൊ ഈ പോയിന്റിൽ ഇൻപുട്ട് വോൾട്ടേജ് റഫറൻസിനേക്കാളും കൂടി. അപ്പൊ നമ്മൾ ഔട്ട്പുട്ട് എന്താ കിട്ടുക? ഇൻവേർട്ടിംഗ് കമ്പാരേറ്റർ ആയതുകൊണ്ട് എന്ത് കിട്ടും? ഇവിടെ മൈനസ് വി സാറ്റ് കിട്ടും. ശരിയല്ലേ? അപ്പൊ സൈൻ വേവ് ഇങ്ങനെ കൂടി പിന്നെ സൈൻ വേവ് കുറയാൻ തുടങ്ങുക വോൾട്ടേജ് അല്ലെ? സൈൻ വേവിന്റെ വോൾട്ടേജ് കുറഞ്ഞു ഈ പോയിന്റിൽ എത്തുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇൻപുട്ട് വോൾട്ടേജ് നോക്കിയാട്ടെ, റഫറൻസ് വോൾട്ടേജിനേക്കാൾ എന്ത് ചെയ്യാൻ തുടങ്ങി? കുറയാൻ തുടങ്ങി അല്ലെ? അപ്പൊ ഔട്ട്പുട്ട് എന്തായിരിക്കും? പ്ലസ് വി സാറ്റ് ആയിരിക്കും അല്ലെ? ഇവിടുന്ന് ഇത്രയും പോർഷനിൽ നിങ്ങളുടെ ഇൻപുട്ട് വോൾട്ടേജ് ഈ റഫറൻസ് വോൾട്ടേജ്, ഈ വര കണ്ട, ഈ വരന്റെ താഴെയല്ലേ വരുന്നത്? അപ്പൊ റഫറൻസ് വോൾട്ടേജിനേക്കാൾ എന്താണ്? കുറവാണ്. അപ്പൊ ഇത്രയും പോർഷനിൽ എന്തായിരിക്കും ഔട്ട്പുട്ട്? പ്ലസ് വി സാറ്റ് ആയിരിക്കും. ഇനി ഈ വര കണ്ട, ഇത്രയും പോർഷനിൽ നിങ്ങളുടെ ഇൻപുട്ട് വോൾട്ടേജ് റഫറൻസ് വോൾട്ടേജിനേക്കാൾ എന്താ? കൂടുതലാണ്. അപ്പൊ കൂടുതലാകുമ്പോൾ ഔട്ട്പുട്ട് എന്തായിരിക്കും? മൈനസ് വി സാറ്റ്. അപ്പൊ ഒന്നുമില്ല, നേരത്തെ വരച്ച അതേ ഗ്രാഫ് തന്നെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? തല തിരിച്ച് വരച്ചാൽ മതി. അപ്പൊ ഇൻവേർട്ടിംഗ് കമ്പാരേറ്റർ നോൺ ഇൻവേർട്ടിംഗ് കമ്പാരേറ്റർ ചോദിച്ചു നിങ്ങൾ ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ മതി അല്ല? നോൺ ഇൻവേർട്ടിംഗ് പഠിക്കുക. ഇൻവേർട്ടിംഗ് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ആ വി ഇന്നും വി റഫറൻസും കൊടുക്കുന്ന നേരെ തിരിച്ചു കൊടുക്കുക അല്ലെ? അതുകൂടാതെ ഗ്രാഫ് വരക്കുമ്പോഴോ, ഗ്രാഫ് ഇൻപുട്ട് ഗ്രാഫ് എല്ലാം സെയിം ആണ്. ഔട്ട്പുട്ട് ഗ്രാഫ് നേരെ എന്ത് ചെയ്യുക? തല തിരിച്ച് വരക്കുക. അതായത് ഇൻപുട്ട് വോൾട്ടേജ് റഫറൻസിനേക്കാളും കൂടുമ്പോൾ ഔട്ട്പുട്ട് എന്താ കിട്ടുക? നമുക്ക് നെഗറ്റീവാ കിട്ടുക. ഇൻപുട്ട് വോൾട്ടേജ് റഫറൻസിനേക്കാളും കുറയുമ്പോൾ ഔട്ട്പുട്ട് എന്താ കിട്ടുക? പോസിറ്റീവാ കിട്ടുക. അതാണ് എന്ത്? നോൺ ഇൻവേർട്ടിംഗ് കമ്പാരേറ്റർ അല്ലെ? അപ്പൊ കമ്പാരേറ്റർ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ്സ് എ സർക്യൂട്ട് അല്ലെ വിച്ച് കമ്പയർസ് ടു ഇൻപുട്ട് വോൾട്ടേജസ് പിന്നെയോ ആൻഡ് പ്രൊഡ്യൂസസ് ആൻ ഔട്ട്പുട്ട് വോൾട്ടേജ്. നീ ഇവൻ എന്ത് ഔട്ട്പുട്ട് വോൾട്ടേജ് തരുക? ഒന്നുകിൽ പ്ലസ് വി സാറ്റ് തരും, അല്ലെങ്കിലോ മൈനസ് വി സാറ്റ് തരുക. എപ്പോഴും ഇൻപുട്ട് വോൾട്ടേജ് ഈ റഫറൻസ് വോൾട്ടേജിനേക്കാളും കൂടുമ്പോൾ. അപ്പൊ അതിനെ ബേസ് ചെയ്ത് രണ്ട് ടൈപ്പ് ഉണ്ട്. ഇൻവേർട്ടിംഗ് കമ്പാരേറ്റർ ഉണ്ട്, നോൺ ഇൻവേർട്ടിംഗ് കമ്പാരേറ്റർ. ഈ നോൺ ഇൻവേർട്ടിംഗ് കമ്പാരേറ്റർ എന്താ? വെൻ ദി ഇൻപുട്ട് വോൾട്ടേജ് എക്സീഡ്സ് ദ റഫറൻസ് വോൾട്ടേജ്, ഔട്ട്പുട്ട് എന്തായിരിക്കും? പ്ലസ് വി സാറ്റ് ആയിരിക്കും. ഇനി ഇൻവേർട്ടിംഗ് കമ്പാരേറ്ററിലോ, വെൻ ദി ഇൻപുട്ട് വോൾട്ടേജ് എക്സീഡ്സ് ദ റഫറൻസ് വോൾട്ടേജ്, ഔട്ട്പുട്ട് വോൾട്ടേജ് എന്തായിരിക്കും? മൈനസ് വി സാറ്റ് ആയിരിക്കും. സംശയം ഉണ്ടോ അദ്വൈതേ? അദ്വൈത് ക്ലിയർ ആയല്ലേ? മനസ്സിലായിട്ടില്ലേ? ഇനി നമുക്ക് അടുത്ത പഠിക്കാനുള്ളത്, നമ്മൾ ഈ റഫറൻസ് വോൾട്ടേജ് ഇപ്പൊ ഞാൻ സപ്പോസ് എനിക്ക് എത്ര വോൾട്ട് എടുക്കാം? 5 വോൾട്ട് വേണമെങ്കിൽ 5 വോൾട്ട് എടുക്കുക, 6 വോൾട്ട് വേണമെങ്കിൽ 6 വോൾട്ട് എടുക്കുക. ക്ലിയർ അല്ലേ? ഇനി ഞാൻ പറയുന്നത്, ഞാൻ എടുക്കുന്ന റഫറൻസ് വോൾട്ടേജ് 0 ആണ് അല്ലേ? അപ്പോഴെന്താ അതിന് വിളിക്കുക സർക്യൂട്ടിന്? നമുക്ക് അടുത്ത പഠിക്കാനുള്ളത് അതാ. അപ്പൊ ഇവിടെ ഈ സർക്യൂട്ട് എന്താ ചെയ്യുന്നത്? ഈ റഫറൻസ് വോൾട്ടേജിനെ ക്രോസ് ചെയ്യുന്നുണ്ടോ നോക്കും അല്ലെ? ഇവിടെ ഇൻപുട്ട് റഫറൻസ് വോൾട്ടേജിനെ ക്രോസ് ചെയ്യുമ്പോൾ ഔട്ട്പുട്ട് എന്ത് ചെയ്തു? മൈനസ് ആയി. വീണ്ടും ഇൻപുട്ട് വോൾട്ടേജ് റഫറൻസ് വോൾട്ടേജിനേക്കാളും കുറയുമ്പോൾ ഔട്ട്പുട്ട് എന്ത് ചെയ്തു? പോസിറ്റീവായി. ഈ റഫറൻസ് വോൾട്ടേജിനെ ഇൻപുട്ട് വോൾട്ടേജ് എക്സീഡ് ചെയ്യുന്നുണ്ടോ എന്ത് ചെയ്യുന്നത്? ചെക്ക് ചെയ്യുന്നത്. നമുക്ക് അടുത്ത പഠിക്കാനുള്ള സർക്യൂട്ടിൽ ഈ റഫറൻസ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഞാൻ എത്രയായിട്ട് എടുക്കും? 0 ആയിട്ട് എടുക്കും. ക്ലിയർ അല്ലേ? അപ്പൊ അങ്ങനെയുള്ള സർക്യൂട്ടിനെ വിളിക്കുന്ന പേരാണെന്ത്? സീറോ ക്രോസിംഗ് ഡിറ്റക്ടർ. സ്ലൈഡ് വന്നാ?
സ്ലൈഡ് വന്നു അദ്വൈതേ? അദ്വൈത്. വന്നു സാർ. അപ്പം അടുത്ത പഠിക്കാനുള്ള സീറോ ക്രോസിംഗ് ഡിറ്റക്ടർ ആണ്. അതും രണ്ട് തരം ഉണ്ട്, നോൺ ഇൻവേർട്ടിംഗ് ഉണ്ട്, ഇൻവേർട്ടിംഗ് ഉണ്ട്. അപ്പൊ നിങ്ങൾ അധികം പറയേണ്ട ആവശ്യമൊന്നുമില്ല. സീറോ ക്രോസിംഗ് ഡിറ്റക്ടർ എന്ന് പറഞ്ഞാൽ എന്താ, കമ്പാരേറ്റർ തന്നെയാണ്, പക്ഷെ എന്താ, റഫറൻസ് വോൾട്ടേജ് നമ്മൾ എത്രയായിട്ട് എടുക്കുക, 0 ആയിട്ട് എടുക്കുക. ക്ലിയർ അല്ല? അപ്പൊ നിങ്ങൾ ഈ ഡയഗ്രാം നോക്കിയട്ടെ, ഇത് നിങ്ങളുടെ എന്താ നോൺ ഇൻവേർട്ടിംഗ് കമ്പാരേറ്ററിന്റെ അതേ ഡയഗ്രാം അല്ല, വി ഇൻ ഉണ്ട്, പക്ഷെ വി റഫറൻസിന് പകരം ഞാൻ അത്ര എന്താ കൊടുത്തത്, ഇവിടെ 0 വോൾട്ടാ കൊടുത്തത്. മനസ്സിലാവുന്നില്ലേ? അപ്പൊ ഒന്നുമില്ല, എന്താ, നോൺ ഇൻവേർട്ടിംഗ് കമ്പാരേറ്ററും നോൺ ഇൻവേർട്ടിംഗ് സീറോ ക്രോസിംഗ് ഡിറ്റക്ടറും സെയിം ആണ്. എന്തേ വ്യത്യാസമുള്ളൂ, റഫറൻസ് വോൾട്ടേജ് എത്രയാക്കും, ഞാൻ 0 ആക്കും. ശരിയല്ല? അപ്പൊ എങ്ങനെ ഗ്രാഫ് വരുക? ആദ്യത്തെ സ്ലൈഡ് വന്നാ? ആദിത്യ? സ്ലൈഡ് അപ്പോഴേ നോൺ ഇൻവേർട്ടിംഗ് കമ്പാരേറ്റർ എന്തായിരുന്നു ചെയ്യുന്നത്, നിങ്ങളുടെ ഇൻപുട്ട് വോൾട്ടേജ് റഫറൻസ് വോൾട്ടേജിനേക്കാളും കൂടുമ്പോൾ ഔട്ട്പുട്ട് എന്തായിരുന്നു, ആദ്യത്തെ പ്ലസ് വി സെറ്റ് അല്ലേ? ഇൻപുട്ട് വോൾട്ടേജ് റഫറൻസ് വോൾട്ടേജിനേക്കാളും കുറയുമ്പോൾ ഔട്ട്പുട്ട് എന്തായിരുന്നു, മൈനസ് വി സെറ്റ് ആയിരുന്നു. അപ്പൊ ഇവിടെ എന്താ ചെയ്യുന്നത്, റഫറൻസ് വോൾട്ടേജ് നമ്മൾ എത്രയായിട്ട് എടുക്കുന്നത്, 0 ആയിട്ട് എടുക്കുന്നത് അല്ല. അപ്പൊ ഈ സർക്യൂട്ട് എങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ടാവുക, ഒന്നുമില്ല, നിങ്ങളുടെ ഇൻപുട്ട് വോൾട്ടേജ് 0നേക്കാളും കൂടുമ്പോൾ ഔട്ട്പുട്ട് എന്തായിരിക്കും, പ്ലസ് വി സെറ്റ് ആയിരിക്കും. ഇൻപുട്ട് വോൾട്ടേജ് 0നേക്കാളും കുറയുമ്പോൾ എന്തായിരിക്കും, മൈനസ് വി സെറ്റ് ആയിരിക്കും. ഇനി ഗ്രാഫ് നോക്കിയട്ടെ, ഇതാണ് നിങ്ങളുടെ ഇൻപുട്ട് വോൾട്ടേജ്, ശരിയല്ലേ? അപ്പൊ ഇതാ ഇവിടുന്ന് ഇവിടെ വരെ അല്ലെ, ഈ പോർഷൻ എന്താ, ഇവിടുന്ന് ഇവിടെ വരെ നിങ്ങളുടെ ഇൻപുട്ട് വോൾട്ടേജ് ഏതിനേക്കാളും കൂടുതലാ, 0നേക്കാളും കൂടുതലല്ലേ? അപ്പൊ ഔട്ട്പുട്ട് എത്രയായിരിക്കും, പ്ലസ് വി സെറ്റ്. ശരിയല്ലേ? ഇതാ ഇനി ഇവിടുന്ന് ഈ പോർഷന് ഈ താഴത്തെ അല്ലെ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ, ഈ പോർഷനിൽ ഇൻപുട്ട് വോൾട്ടേജ് എന്താ, നിങ്ങളുടെ 0 വോൾട്ടിനേക്കാൾ എന്താണ്, റഫറൻസ് 0 അല്ലേ, 0 വോൾട്ടിനേക്കാൾ എന്താണ്, കുറവാണ്. അപ്പൊ ഔട്ട്പുട്ട് എന്തായിരിക്കും, മൈനസ് വി സെറ്റ്. ഇനി വീണ്ടും ഇതാ ഇവിടുന്ന് ഇവിടെ വരെ നിങ്ങളുടെ ഇൻപുട്ട് വോൾട്ടേജ് 0നേക്കാൾ എന്താ, കൂടുതലാണ്. അപ്പൊ ഔട്ട്പുട്ട് എന്തായിരിക്കും, പ്ലസ് വി സെറ്റ്. ഇതാണ് എന്ത്, സീറോ ക്രോസിംഗ് ഡിറ്റക്ടർ. മനസ്സിലായോ? അപ്പൊ അതുവഴി നോക്കിയട്ടെ, ഈ സർക്യൂട്ട് എന്താ ചെയ്യുന്നത്, നിങ്ങൾ കൊടുത്ത സൈൻ വേവ് ആണ്, നിങ്ങൾക്ക് ഔട്ട്പുട്ട് കിട്ടുന്ന എന്താ, ഏത് വേവാ, സ്ക്വയർ വേവ് അല്ലേ? അപ്പൊ ഇതിന് വേറൊരു പേരും കൂടി ഉണ്ട്, എന്താ, സൈൻ വേവ് ടു സ്ക്വയർ വേവ് കൺവേർട്ടർ. അപ്പൊ നിങ്ങളൊരു സീറോ ക്രോസിംഗ് ഡിറ്റക്ടറിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു സൈൻ വേവ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഔട്ട്പുട്ട് എന്താ കിട്ടുക, ഒരു പെർഫെക്റ്റ് എന്ത് കിട്ടും അല്ല, രണ്ട് പോസിറ്റീവ് ഹാഫ് സൈക്കിളും നെഗറ്റീവ് ഹാഫ് സൈക്കിളും സെയിം ആയിട്ടുള്ള അല്ല എന്ത് കിട്ടും, ഒരു സ്ക്വയർ വേവ് കിട്ടും. അപ്പൊ സൈൻ വേവ് ടു സ്ക്വയർ വേവ് കൺവേർട്ടറിന് കൂടെ ആരെ വിളിക്കും, സീറോ ക്രോസിംഗ് ഡിറ്റക്ടറിനെ വിളിക്കും. സംശയമില്ലല്ലോ? ഇനി അടുത്ത എന്തായിരിക്കും നമ്മൾ പഠിക്കുന്നുണ്ടാവുക, ഇപ്പൊ പഠിച്ച എന്താ എന്താ ആദ്യത്തെ പഠിച്ചത് ഇപ്പോഴും, നോൺ ഇൻവേർട്ടിംഗ് സീറോ ക്രോസിംഗ്, ക്രോസിംഗ്, സീറോനെ ക്രോസ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുന്ന ആള് അല്ല, അതല്ലേ സീറോ ക്രോസിംഗ് ഡിറ്റക്ടർ. ഇനി അടുത്ത പഠിക്കുന്ന എന്തായിരിക്കും, ഇൻവേർട്ടിംഗ് സീറോ ക്രോസിംഗ് ഡിറ്റക്ടർ. അപ്പൊ ഇൻവേർട്ടിംഗ് സീറോ ക്രോസിംഗ് ഡിറ്റക്ടർ എങ്ങനെയാ വേവ് വരിക അല്ല, ഇൻപുട്ട് വോൾട്ടേജ് 0നേക്കാളും കൂടുമ്പോഴേ ഔട്ട്പുട്ട് പ്ലസ് വി സാറ്റിലേക്ക് കിട്ടുന്നേ. അപ്പൊ ഇൻവേർട്ടിംഗിൽ എന്താ കിട്ടുക, നിങ്ങൾക്ക് നേരെ തിരിഞ്ഞു വരും, എന്താ കിട്ടുക, മൈനസ് വി സാറ്റ് കിട്ടും. ഇൻപുട്ട് വോൾട്ടേജ് അല്ല 0നേക്കാളും കുറയുമ്പോൾ നിങ്ങൾക്ക് എന്താ കിട്ടുക, പ്ലസ് വി സാറ്റാ കിട്ടുക. അപ്പൊ സ്ലൈഡ് നോക്കാം, സ്ലൈഡ് വന്നാ? വന്നില്ല? അപ്പോഴ് ഇൻവേർട്ടിംഗ് സീറോ ക്രോസിംഗ് ഡിറ്റക്ടർ എങ്ങനെയാ വരക്കുക, ഡയഗ്രാം ഞാൻ നേരത്തെ പറഞ്ഞു തന്നെ, നിങ്ങൾ നോൺ ഇൻവേർട്ടിംഗ് എങ്ങനെയാണ് വരച്ച് ആ ടെർമിനൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുക. അപ്പൊ നോൺ ഇൻവേർട്ടിംഗിൽ പോസിറ്റീവ് ടെർമിലാണ് എന്ത് കൊടുത്തത്, V1 കൊടുത്തത് അല്ല, ഇൻവേർട്ടിംഗ് ടെർമിലാണ് എന്ത് കൊടുത്തത്, 0 കൊടുത്തത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ഇൻവേർട്ടിംഗ് സീറോ ക്രോസിംഗ് ഡിറ്റക്ടർ കിട്ടാൻ വേണ്ടിയിട്ട് പോസിറ്റീവ് ടെർമിനൽ എന്ത് ചെയ്യുക, ഗ്രൗണ്ട് ആക്കുക, നേരെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിടുക അല്ലേ. ഇൻവേർട്ടിംഗ് ടെർമിനൽ എന്ത് കൊടുക്കുക, നിങ്ങൾ ഇൻപുട്ടും കൊടുക്കുക. അപ്പൊ ഡയഗ്രാം വരക്കാൻ മനസ്സിലായില്ലേ, നേരത്തെ അതേ ഡയഗ്രാം തന്നെ എന്ത് ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻപുട്ടുകൾ എന്ത് ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുക. ഇനി ഗ്രാഫ് എങ്ങനെ വരുക, സ്ലൈഡ് നോക്കിയേ, വന്നാ? ഓ ഓക്കെ. അപ്പോഴ് ഇവിടെ നോക്കിയേ, ഇത് എന്താ ശ്രദ്ധിക്കണം, എന്താ, ഇൻവേർട്ടിംഗ് സീറോ ക്രോസിംഗ് ഡിറ്റക്ടറാ. അപ്പൊ ഇൻപുട്ട് വോൾട്ടേജ് 0നേക്കാളും കൂടുമ്പോൾ ആ പേര് തന്നെ ഇൻവേർട്ടിംഗ് സീറോ ക്രോസിംഗ് ഡിറ്റക്ടർ അല്ലേ. അപ്പൊ ഔട്ട്പുട്ട് എന്താ കിട്ടുക, മൈനസ് വി സാറ്റാ കിട്ടുക.
ശരിയല്ലേ? അതുപോലെ ഇൻപുട്ട് വോൾട്ടേജ് സീറോനേക്കാളും കുറയുമ്പോൾ നേരത്തെ കേസിൽ എന്താ കിട്ടിയത്? മൈനസ് കിട്ടി. ഇവിടെ എന്ത് കിട്ടും നിങ്ങൾക്ക്? പോസിറ്റീവ് വി സാറ്റ് കിട്ടും. ഇനി വീണ്ടും ഇൻപുട്ട് വോൾട്ടേജ് സീറോനേക്കാളും കൂടുമ്പോൾ നിങ്ങൾക്ക് എന്താ കിട്ടുക? മൈനസ് വി സാറ്റ് കിട്ടും. അപ്പൊ നേരത്തെ വേവ് നേരെ തലതിരിഞ്ഞ് വരികയാണെങ്കിൽ അതിനെന്ത് വിളിക്കും നിങ്ങൾ? ഇൻവേർട്ടിംഗ് സീറോ ക്രോസിംഗ് ഡിറ്റക്ടർ. സംശയമില്ലല്ലോ? അപ്പൊ ഇത്രയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? പഠിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ അല്ലേ, ഇൻപുട്ട് വോൾട്ടേജ് റഫറൻസ് വോൾട്ടേജിനേക്കാളും കൂടുമ്പോൾ ഇൻവേർട്ടിംഗ് കമ്പാരേറ്ററിൽ എന്താ ഔട്ട്പുട്ട്? ഇൻപുട്ട് വോൾട്ടേജ് റഫറൻസ് വോൾട്ടേജിനേക്കാളും കൂടുമ്പോൾ എന്താ ഇൻവേർട്ട് കമ്പാരേറ്ററിൽ എന്താ ഔട്ട്പുട്ട് കിട്ടുക? സ്ക്വയർ വേവ് അല്ല, പോസിറ്റീവ് വി സാറ്റ്. പോസിറ്റീവ് വി സാറ്റ് ആണോ? ഇൻവേർട്ടിംഗ് കമ്പാരേറ്ററിൽ ഇൻവേർട്ടിങ്ങിന് നെഗറ്റീവ്. ഇൻവേർട്ടിംഗ് നെഗറ്റീവ്. അപ്പോൾ നിങ്ങൾ ഒന്ന് പഠിച്ചാൽ മതി. രണ്ടും പഠിച്ച് വെറുതെ കൺഫ്യൂഷൻ ആവേണ്ട. നിങ്ങൾ എന്ത് പഠിക്കുക? നോൺ ഇൻവേർട്ടിംഗ് കമ്പാരേറ്റർ പഠിക്കുക. ഇപ്പൊ ഇൻപുട്ട് വോൾട്ടേജ് കമ്പാരേറ്ററിൽ റഫറൻസ് വോൾട്ടേജിനേക്കാളും കൂടുമ്പോൾ നോൺ ഇൻവേർട്ടിംഗിൽ എന്താ കിട്ടുക? പ്ലസ് വി സാറ്റ് കിട്ടേണ്ടത്. അപ്പോൾ ഇൻവേർട്ടിംഗിൽ എന്തായിരിക്കും കിട്ടുക? മൈനസ് വി സാറ്റ് ആണ് കിട്ടേണ്ടത്. ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു? കമ്പാരേറ്റർ പഠിച്ചു. അപ്പൊ കമ്പാരേറ്റർ എന്താ? അതിന് രണ്ട് ഇൻപുട്ട് ഉണ്ട്. അതെന്ത് ചെയ്യും? ഇൻപുട്ട് വോൾട്ടേജിനെ റഫറൻസ് വോൾട്ടേജ് ആയിട്ട് എന്ത് ചെയ്യും? കമ്പയർ ചെയ്തിട്ട് ഒന്നുകിൽ പ്ലസ് വി സാറ്റ് കൊടുക്കും, അല്ലെങ്കിലോ മൈനസ് വി സാറ്റ് കൊടുക്കും. പ്ലസ് വി സാറ്റ് കൊടുക്കുകയാണെങ്കിൽ അതിനെന്ത് വിളിക്കും? നോൺ ഇൻവേർട്ടിംഗ് കമ്പാരേറ്റർ എന്ന് വിളിക്കും അല്ലെ? മൈനസ് വി സാറ്റ് കൊടുക്കുകയാണെങ്കിലോ ഇൻപുട്ട് വോൾട്ടേജ് റഫറൻസ് വോൾട്ടേജുകളെ കൂടുമ്പോൾ പ്ലസ് വി സാറ്റ് കൊടുക്കുമ്പോൾ എന്ത് വിളിക്കും? അതിനെ നോൺ ഇൻവേർട്ടിംഗ് കമ്പാരേറ്റർ വിളിക്കും. മൈനസ് വി സാറ്റ് കൊടുക്കുകയാണെങ്കിലോ ഇൻവേർട്ടിംഗ്. നിങ്ങൾ ഇതൊന്നും ബൈഹാർട്ട് പഠിക്കണം. ഞാൻ ബൈഹാർട്ട് പഠിച്ചിട്ട് പറയുന്നില്ല. ഇത് കൺസെപ്റ്റ് മാത്രം മനസ്സിലാക്കുക. ഇൻപുട്ട് വോൾട്ടേജ് റഫറൻസിനേക്കാളും കൂടുമ്പോൾ ഔട്ട്പുട്ട് പോസിറ്റീവ് കിട്ടുകയാണെങ്കിൽ എന്ത് വിളിക്കും? അതിനെ നോൺ ഇൻവേർട്ടിംഗ് കമ്പാരേറ്റർ മാത്രം പഠിച്ചാൽ മതി. ബാക്കിയെല്ലാം നിങ്ങൾ അതിനനുസരിച്ച് എന്ത് ചെയ്താൽ മതി? മാറ്റിയാൽ മതി. ഇനി നമുക്ക് അടുത്ത പഠിക്കാനുള്ളത് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ലാസ്റ്റ് ടോപ്പിക് കൂടി ഒന്ന് ഞാൻ എടുക്കുന്നുള്ളൂ. പീക്ക് ഡിറ്റക്ടർ. സ്ലൈഡ് വന്നാ? ഓക്കെ. അപ്പൊ പീക്ക് ഡിറ്റക്ടർ എന്ന് പറഞ്ഞാൽ എന്താ? പീക്ക് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളൊരു വേവ് അല്ല, വേവ് എന്ന് പറഞ്ഞാൽ എന്താ? പലതരം വോൾട്ടേജ് ഉണ്ടാവും. ആ വോൾട്ടേജിലെ ഏറ്റവും കൂടിയ വോൾട്ടേജിനാണ് നമ്മൾ എന്ത് വിളിക്കുക? പീക്ക് വോൾട്ടേജ് എന്ന് വിളിക്കുക. അപ്പൊ നിങ്ങളുടെ ഈ സർക്യൂട്ട് എന്താ ചെയ്യാന്ന് വെച്ചാല്, ഈ സർക്യൂട്ടിൽ നിങ്ങൾ ഒരു പലതരം വോൾട്ടേജ് കൊടുത്തു. അതായത് ഒരു മിനിറ്റ്, ഒരു സെക്കൻഡ് വിചാരിച്ചു. ഒരു സെക്കൻഡ് നേരം നിങ്ങൾ ഈ ഡയഗ്രാം കണ്ട, ഈ കാണിച്ചിരിക്കുന്ന ഈ സർക്യൂട്ടിലേക്ക് നിങ്ങൾ എന്ത് ചെയ്തു? പലതരത്തിലുള്ള വോൾട്ടേജ് കൊടുത്തു. എന്നിട്ട് നമ്മൾ ഇവനോട് ഒരു സെക്കൻഡ് കഴിഞ്ഞിട്ട് ചോദിക്കുക, ഈ വന്ന വോൾട്ടേജിൽ ഏറ്റവും വലിയ ആൾ ആരാണ്, അല്ലെങ്കിൽ വോൾട്ടേജ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവൻ എന്ത് ചെയ്യും? പറഞ്ഞു തരും. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നിങ്ങൾ ഒരു ഫൈനൈറ്റ് ഡ്യൂറേഷൻ, ഇപ്പൊ 1 സെക്കൻഡ് ആണ് 1 സെക്കൻഡ്, അല്ലെങ്കിൽ 2 സെക്കൻഡ്സ് ആണെങ്കിൽ 2 സെക്കൻഡ്സ്, അത്രയും സമയം നിങ്ങൾ ഇഷ്ടമുള്ള വോൾട്ടേജ് ഇല്ല ഒരു വേവ് ഫോം കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ അവസാനം അവരോട് ചോദിക്കുന്ന വന്നതിൽ വെച്ച് ഏറ്റവും വലിയ ആളാരാ, അല്ലെ ഏറ്റവും വലിയ വോൾട്ടേജ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്യും? കൃത്യമായിട്ട് പറഞ്ഞു തരും. ഈ ഒരു സെക്കൻഡ് നേരം വന്ന വോൾട്ടേജിൽ 5 വോൾട്ടാണ് ഏറ്റവും കൂടിയ വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് എന്ത്? ഏറ്റവും കൂടിയ വോൾട്ടേജ്. പറഞ്ഞ മനസ്സിലായി? അപ്പൊ ഒരു വേവിന്റെ ഏറ്റവും വലിയ കൊടുമുടിയല്ല നമ്മൾ പീക്ക്, പർവ്വതം അല്ലെ? നിങ്ങൾ ബസ്സിലും പോകുമ്പോൾ ഇങ്ങനെ കാണും അല്ലെ? പശ്ചിമഘട്ടങ്ങൾ അതുപോലെ ഏറ്റവും എന്തായിരിക്കും? വലുതായിരിക്കും. അപ്പൊ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു വേവ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു സെക്കൻഡ് നേരം കൊടുത്ത വേവിൽ ഒരു വോൾട്ടേജ് എന്തായിരിക്കും? ഏറ്റവും വലിയ വോൾട്ടേജ് ആയിരിക്കും. ആ വോൾട്ടേജ് എത്രയാണെന്ന് എന്ത് ചെയ്യുക? പറഞ്ഞു തരും. ചിലപ്പോൾ ഒരു ആദ്യമേ വന്നിട്ടുണ്ട് ആ വോൾട്ടേജ്, ചിലപ്പോൾ അവസാനമായിരിക്കും ആ വോൾട്ടേജ് വരുന്നത്. അപ്പൊ എപ്പോൾ വന്നാലും ആ വന്ന വോൾട്ടേജിൽ ഏറ്റവും വലിയ വോൾട്ടേജ് ആരാണെന്ന് പറഞ്ഞു തരുന്ന സർക്യൂട്ട് ആണ് എന്ത്? പീക്ക് ഡിറ്റക്ടർ. സംശയമില്ലല്ലോ? നമുക്ക് നോക്കാം. വേവ് ഫോം കാണിച്ച് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ഇതാണ് അതിന്റെ സർക്യൂട്ട്. അപ്പൊ നമുക്ക് അല്ലെ പോസിറ്റീവ് ടെർമിനൽ നമ്മൾ എന്ത് ചെയ്യും? ഇൻപുട്ട് കൊടുക്കും. ഇനി ഇവിടെ ഒരു ഡയോഡ് വെച്ചിട്ടുണ്ട് അല്ലെ? ഡി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഡയോഡാണ്. ഈ ഡയോഡ് ഒന്നുകിൽ ഫോർവേഡ് ബയസ്ഡ് ആയിരിക്കും, അല്ലെങ്കിലോ റിവേഴ്സ് ബയസ്ഡ് ആയിരിക്കും. ഇവിടെ വരുന്ന വോൾട്ടേജിനെ പോലെ അല്ലെ? ഇതിന്റെ പോസിറ്റീവ് ടെർമിനലിൽ കൂടിയ വോൾട്ടേജ് വന്നാൽ ഇത് ഫോർവേഡ് ബയസ്ഡ് ആയിരിക്കും, കുറഞ്ഞ വോൾട്ടേജ് ആണെങ്കിൽ എന്തോ റിവേഴ്സ് ബയസ്. അതെല്ലാം വിട്ട് ഇനി നമുക്ക് ഒരു കപ്പാസിറ്റർ ഉണ്ട് അല്ലെ? ഇവിടെ കണ്ട ഒരു കപ്പാസിറ്റർ ഉണ്ട്. ഈ കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് എന്താ? ഇതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? വി സി. ഇതാണ് നിങ്ങളുടെ ഔട്ട്പുട്ട് വോൾട്ടേജ്. ഇനി ഒരു സ്വിച്ച് ഉണ്ട്. ഈ സ്വിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഓൺ ചെയ്യുക, പിന്നെ ഓഫ് ചെയ്യുക. ക്ലിയർ അല്ലേ? അപ്പൊ നിങ്ങൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഇതേപോലെ ബ്രെഡ് ബോർഡെല്ലാം കണക്ട് ചെയ്ത് ലാബിൽ ഇതേപോലെ സർക്യൂട്ട് ഉണ്ടാക്കുക അല്ലെ? ഡയോഡെല്ലാം വാങ്ങിച്ച് ഡയോഡെല്ലാം കണക്ട് ചെയ്ത് കപ്പാസിറ്ററെല്ലാം കണക്ട് ചെയ്ത് എന്നിട്ട് നിങ്ങൾ ഈ സ്വിച്ച് അങ്ങ് അടക്കുക. സ്വിച്ച് ക്ലോസ് ചെയ്തു. അപ്പൊ സ്വിച്ച് ക്ലോസ് ചെയ്യുമ്പോൾ കപ്പാസിറ്റർ എന്തായി പോയി? ഷോർട്ട് സർക്യൂട്ട് ആയി പോയില്ലേ? ഷോർട്ട് സർക്യൂട്ട് ആകുമ്പോൾ ഈ കപ്പാസിറ്റർ എന്തെങ്കിലും ചാർജ് ഉണ്ടെങ്കിൽ
അതെല്ലാം എന്തായി മാറും? ഷോർട്ട് ആയിട്ട് എന്തായി മാറും? 0 ആയി മാറും. എല്ലാം ഡിസ്ചാർജ് ചെയ്തിട്ട് എന്താവും? 0 ആവും. അതെന്തിനാ ചെയ്യുന്നത് വെച്ചാൽ നമ്മളൊരു മെഷർമെന്റ് എടുക്കാൻ പോവാം, അല്ല ഒരു വേവ് കൊടുക്കാൻ പോവാണ്. ആ വേവിൽ ഏറ്റവും വലിയ വോൾട്ടേജ് ഏതാണ് നമ്മൾ കണ്ടുപിടിക്കുക. അപ്പൊ നമുക്കൊരു ഫ്രഷ് സ്റ്റാർട്ട് വേണം, മനസ്സിലാവും. അപ്പൊ ഇനീഷ്യലി നമ്മൾ ഈ കപ്പാസിറ്ററിന്റെ വോൾട്ടേജ് എത്രയാക്കി വെക്കും? 0 ആക്കി വെക്കും. ഈ സ്വിച്ച് ക്ലോസ് ചെയ്തിട്ട്. അത് കഴിഞ്ഞ് ഈ സ്വിച്ച് ഓപ്പൺ ആക്കുക. ഓപ്പൺ ആയി കഴിഞ്ഞാൽ കപ്പാസിറ്റർ എന്ത് ചെയ്യും? ഫ്രീ ആയി. അല്ലെങ്കിൽ ഷോർട്ട് ആയിട്ട് എന്ത് ചെയ്യും? ഇതിന്റെ കപ്പാസിറ്റർ വോൾട്ടേജ് എപ്പോഴും എന്തായി പോകും? 0 ആയി പോകും. അപ്പൊ ആദ്യം ഒന്നും എന്ത് ചെയ്യുന്നതിനാ കപ്പാസിറ്റർ വോൾട്ടേജ് 0 ആയിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ സ്വിച്ച് എന്ത് ചെയ്യുന്നത്? ഒന്ന് ക്ലോസ് ചെയ്യുന്നത്. അപ്പൊ സ്വിച്ച് ക്ലോസ് ചെയ്യുമ്പോൾ കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്ത് കപ്പാസിറ്റർ വോൾട്ടേജ് എത്രയായി മാറി? 0 ആയി മാറി. ഇനി സ്വിച്ച് നിങ്ങൾ ഓപ്പൺ ചെയ്യാം. പറഞ്ഞു മനസ്സിലാവും. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ ഇൻപുട്ട് കൊടുക്കുക. ഇനി നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് ഇതാ. സ്ലൈഡ് വന്നോ? sir, one. സ്ലൈഡ് വന്നു. അപ്പൊ നിങ്ങൾ നോക്കിയിട്ട് സ്ലൈഡിൽ നിങ്ങൾ കൊടുക്കുന്ന വോൾട്ടേജ് നോക്കിയിട്ടല്ലേ എന്തെല്ലോ പോലത്തെ ഒരു വോൾട്ടേജ് ആണ്. ഇതാ വോൾട്ടേജ് കൂടി അല്ലെ, പിന്നെ കുറച്ച് കുറഞ്ഞു, പിന്നെ വീണ്ടും കുറഞ്ഞു, പിന്നെ അത് നെഗറ്റീവ് ആയി, പിന്നെ വോൾട്ടേജ് കൂടി കൂടി എത്ര വരെ വന്നു? VC വരെ വന്നു. പിന്നെയും വോൾട്ടേജ് കുറഞ്ഞു, വീണ്ടും വോൾട്ടേജ് കൂടി എത്ര വരെ വന്നു? മാക്സിമം VM വരെ വന്നു, വീണ്ടും എന്ത് ചെയ്തു? 0 ആയി. അപ്പൊ ഈ ഒരു വേവ് ആണ് ഞാൻ കൊടുക്കുന്നത്. ഇത് ഒരു സെക്കൻഡ് ആണെന്ന് വെച്ചാൽ 1 സെക്കൻഡ് നേരം ഉള്ള ഒരു വേവ് ആണ് എന്ത് ചെയ്തത്? ഈ വേവ്. സംശയമില്ലല്ലോ. അപ്പൊ നിങ്ങൾ ഈ വേവ് നോക്കിയാട്ടെ. ഈ വേവില് ഏറ്റവും കൂടിയ വോൾട്ടേജ് എത്രയാ അദ്വൈതേ? VM. VM അല്ല. അപ്പൊ പല വോൾട്ടേജ് വരുന്നുണ്ട്, പക്ഷെ അതിൽ ഏറ്റവും കൂടിയ വോൾട്ടേജ് എത്രയാ? VM. അങ്ങനെയാണെങ്കിൽ പീക്ക് ഡിറ്റക്ടറിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കണം? ഇത്രയും വേവ് വന്നു പോയി കഴിഞ്ഞാൽ പീക്ക് ഡിറ്റക്ടറിന്റെ ഔട്ട്പുട്ട് എത്ര വോൾട്ട് ആയിരിക്കും? VM. VM ആയിരിക്കും. കാരണം അവൻ പീക്കാണ് എന്ത് ചെയ്യുക? പീക്ക് വോൾട്ടേജ് എത്രയാണോ വന്നത് ആ വോൾട്ടേജ് ആണ് എന്ത് ചെയ്യുക? അവൻ ഔട്ട്പുട്ട് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക? തരുക. അതിനാണ് എന്ത് വിളിക്കുന്നത്? പീക്ക് ഡിറ്റക്ടർ. അപ്പൊ അടിപൊളി സംഭവം അല്ലേ? അപ്പൊ നിങ്ങൾ ഇങ്ങനെ കണ്ണു നട്ട് CRO കൊടുത്തിൽ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. പീക്ക് ഡിറ്റക്ടറിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ ഡിറ്റക്ടർ കൃത്യമായിട്ട് അതിന്റെ അവസാനം പറയും, അല്ല ഇത്ര നേരം വന്ന വേവില് ഏറ്റവും വലിയ വോൾട്ടേജ് എത്രയാണ്? VM ആണെന്ന് എന്ത് ചെയ്യും? ആ സർക്യൂട്ട് പറഞ്ഞു തരും. അപ്പൊ നമുക്ക് നോക്കി ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, ഇവിടെ കുറെ വോൾട്ടേജ് വന്നു. ഞാൻ ഈ പറയുന്ന സമയത്ത് വന്ന വോൾട്ടേജ് എത്രയാ? VC. മനസ്സിലാവും അല്ലെ? സമയം ഇങ്ങനെ അനന്തമായിട്ട് കടന്നു പോവുകയാണ് അല്ലെ? അപ്പൊ ഞാൻ ഈ സംസാരിക്കുന്ന സമയത്ത് വന്ന വോൾട്ടേജ് ഞാനിവിടെ ഫ്രീസ് ചെയ്തു, ടൈം ഫ്രീസ് ചെയ്തു. അപ്പൊ വന്ന വോൾട്ടേജ് എത്രയാ? VC. ശരിയല്ലേ? ഇനി വരാൻ പോകുന്ന മാക്സിമം വോൾട്ടേജ് എത്രയാണ്? VM ആണ്. ശരിയല്ലേ? ഇപ്പോഴും ഈ സമയം വരെ വന്നതിലെ ഏറ്റവും വലിയ വോൾട്ടേജ് എത്രയാ? VC. ഇനി വരാൻ പോകുന്ന ഏറ്റവും വലിയ വോൾട്ടേജ് എത്രയാണ്? VM ആണ്. സംശയമില്ലല്ലോ. ഇനി നമുക്ക് നോക്കാം എന്താ സംഭവിക്കുന്നത്. സ്ലൈഡ് വന്നാ? അപ്പൊ ഇപ്പോഴേ വന്ന അല്ല, ഞാൻ ഇപ്പൊ സംസാരിക്കുന്ന ഈ സമയത്ത് നമ്മൾ എല്ലാം ടൈം 0 ആക്കി ഫ്രീസ് ചെയ്ത സമയത്ത് ഇപ്പോഴും വന്ന മാക്സിമം വോൾട്ടേജ് എത്രയാ? VC. അപ്പൊ ആ മാക്സിമം വോൾട്ടേജിലേക്ക് എന്ത് ചെയ്യും? കപ്പാസിറ്റർ എന്ത് ചെയ്യും? ചാർജ് ചെയ്യും. പറഞ്ഞ മനസ്സിലായി? കപ്പാസിറ്റർ VC വോൾട്ടേജിലേക്ക് എന്ത് ചെയ്തു? കപ്പാസിറ്റർ ചാർജ് ചെയ്തു. ശരിയല്ലേ? എന്നിട്ട് നിങ്ങൾ ആ വേവ് മനസ്സിൽ ഓർമ്മയില്ലേ? VC വോൾട്ടേജ് വന്നു, പിന്നെ വോൾട്ടേജ് എന്താ ചെയ്യുന്നത്? ഇൻപുട്ട് വോൾട്ടേജ് കുറയാ ചെയ്യുന്നത് അല്ലെ? കുറഞ്ഞ് പിന്നെയും വോൾട്ടേജ് എന്ത് ചെയ്തു? കൂടി എത്രയിലേക്ക് പോകും? VM-ലേക്ക് പോകും. മനസ്സിലായി? അപ്പൊ VC വോൾട്ടേജ് വരെയാണ് ഇപ്പം കപ്പാസിറ്റർ എന്ത് ചെയ്തിട്ടില്ലേ? ചാർജ് ചെയ്തിട്ടില്ലേ? ഇനി ഇൻപുട്ട് വോൾട്ടേജ് ആ വേവ് പ്രകാരം എന്താ സംഭവിക്കുന്നത്? ആ വേവ് ഷേപ്പ് നോക്കുമ്പോൾ VC വരെ വന്നിട്ട് പിന്നെ വേവ് എന്ത് ചെയ്യും അല്ലേ? ഓർമ്മയില്ലേ? വോൾട്ടേജ് കുറഞ്ഞു, പിന്നെ വീണ്ടും എന്ത് ചെയ്യും? വോൾട്ടേജ് കൂടിയിട്ട് എത്രയിലേക്ക് പോകും? VM-ലേക്ക് പോകും. അപ്പൊ VC വന്നു, ഇനി വോൾട്ടേജ് കുറയാൻ പോവാ. അപ്പൊ വോൾട്ടേജ് കുറയുമ്പോൾ എന്താ സംഭവിക്കുക? നിങ്ങൾ നോക്കിയട്ടെ. ഈ ഡയോഡിന്റെ നെഗറ്റീവ് ടെർമിനലിലെ വോൾട്ടേജ് എത്രയാ? ആദ്യത്തെ VC അല്ലേ? ഇപ്പം ഇൻപുട്ട് വേവിന്റെ വോൾട്ടേജ് കുറഞ്ഞു വരുമല്ലേ ചെയ്യുന്നത് അല്ല? അപ്പൊ ഇൻപുട്ട് വോൾട്ടേജ് കുറയാം. അപ്പൊ ഇവിടെ എന്താ വോൾട്ടേജ്? ഇവിടെ ചെറിയ വോൾട്ടേജ് ആയിരിക്കും. ഇവിടെയുള്ള വോൾട്ടേജ് എത്രയാ? VC. അപ്പൊ ഡയോഡ് എന്തായിരിക്കും? ഫോർവേഡ് ബയസ്ഡ് ആയിരിക്കോ റിവേഴ്സ് ബയസ്ഡ് ആയിരിക്കോ? ഇവിടെ VC വന്നു അല്ലെ? ഇനി ഇൻപുട്ട് വോൾട്ടേജ് കുറഞ്ഞു പോയാ ആ ഗ്രാഫ് ഓർമ്മയില്ലേ? വോൾട്ടേജ് കുറഞ്ഞു വന്നു. അപ്പൊ ഇവിടെ VC വോൾട്ടേജ് ഉണ്ട്. ഡയോഡിന്റെ പോസിറ്റീവ് ടെർമിനലിലെ വോൾട്ടേജ് എന്താ? ഈ വോൾട്ടേജിനേക്കാളും കുറയല്ലേ ചെയ്യുന്നത്. അപ്പൊ ഈ ഡയോഡ് എന്തായി മാറും? റിവേഴ്സ് ബയസ്ഡ് ആയി മാറും. പറയുന്നത് മനസ്സിലാണ്ടോ? അപ്പൊ റിവേഴ്സ് ബയസ്ഡ് ആണ്. കാരണം ഇവിടെയുള്ള വോൾട്ടേജ് കൂടുതലും, ഇപ്പോഴുള്ള ഇൻപുട്ട് വോൾട്ടേജ് എന്താ? കുറവുമാണ്. അപ്പൊ ഈ ഡയോഡ് എന്ത് ചെയ്തു? റിവേഴ്സ് ബയസ്ഡ് ആയി. റിവേഴ്സ് ബയസ്ഡ് ആകുമ്പോൾ ഈ സർക്യൂട്ട് എന്തായി? ഇവിടെ കണക്ഷൻ ഉണ്ടാ? ഓപ്പൺ ആയിരിക്കും. അപ്പൊ കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്യാനൊന്നും വഴിയില്ല അല്ലെ? ഇപ്പൊ കപ്പാസിറ്ററിന്റെ വോൾട്ടേജ് എത്ര തന്നെയായിരിക്കും? VC തന്നെയായിരിക്കും. സംശയമില്ലല്ലോ. ഇനി ഈ ഗ്രാഫ് പ്രകാരം
അല്ല ഗ്രാഫ് പ്രകാരം കപ്പാസിറ്റർ വോൾട്ടേജ് വി സി ആയിരുന്നു, ഇൻപുട്ട് വോൾട്ടേജ് കുറയാ. അപ്പൊ ഇൻപുട്ട് വോൾട്ടേജ് കുറയുമ്പോൾ നമ്മൾ നേരത്തെ ഡയഗ്രത്തിൽ കണ്ട ഡയോഡ് എന്തായിപ്പോയി, റിവേഴ്സ് ബയസ്ഡ് ആയിപ്പോയി. അപ്പൊ കപ്പാസിറ്ററിന്റെ വോൾട്ടേജ് എന്ത് ചെയ്യും, ആ വി സി തന്നെ നിൽക്കും. പറയാൻ മനസ്സിലാവുന്നുണ്ടോ? പിന്നെ വോൾട്ടേജ് ഇങ്ങനെ കൂടി 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 മൗസ് പോയിന്റർ പോകുന്നുണ്ടോ നിങ്ങൾ, കൂടി കൂടി ഇവിടെ എത്തുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ആദ്യത്തെ മൗസ് വെച്ച ഈ പോയിന്റിൽ കൂടുന്നു വി VC-നെക്കാട്ടും സിനേക്കാളും കൂടിയില്ലേ? അപ്പൊ എന്താ മൗസ് വെച്ച ഈ പോയിന്റ് നിങ്ങൾ ആലോചിക്കുക, വി സിനേക്കാളും കൂടി 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 എത്ര വരെ പോകുന്നത്, വി എം വരെ പോകുന്നുണ്ട്. ശരിയല്ലേ? ഇനി എന്താ സംഭവിക്കാം നിങ്ങൾ നോക്കിയിട്ട്. ഇവിടെ വി സി ആയിരുന്നുണ്ടത് അല്ല, വോൾട്ടേജ് കുറഞ്ഞ് വീണ്ടും വോൾട്ടേജ് കൂടി കൂടി ഏതിനേക്കാളും കൂടാൻ പോവാ, വി സിയേക്കാൾ കൂടാൻ പോവാ. അപ്പൊ ഇവിടെ വി സി വോൾട്ടേജാ ഉള്ളത്. ഡയോഡിന്റെ ഈ ടെർമിനലിലെ വോൾട്ടേജ് എന്താ, വി സിനേക്കാളും വലിയൊരു വോൾട്ടേജ് അല്ലേ? അല്ലേ? അപ്പോൾ ഈ ഡയോഡ് എന്തായി മാറും, ഫോർവേഡ് ബയാസ്ഡ് ആയി മാറും. സംശയമില്ലല്ലോ. കാരണം ഇവിടെ വി സി ആണ്ടായ ഇപ്പോൾ ഇൻപുട്ട് വോൾട്ടേജ് എന്ത് ചെയ്തു, കൂടിയിട്ട് ഏതിനേക്കാളും കൂടി, വി സിയേക്കാൾ കൂടി. ശരിയല്ലേ? അപ്പൊ ഈ ഡയോഡ് എന്ത് ചെയ്തു, ഫോർവേഡ് ബയാസ്ഡ് ആയി. അപ്പൊ ഈ ഡയോഡ് ഫോർവേഡ് ബയാസ്ഡ് ആകുമ്പോൾ ഇത് ഷോർട്ട് സർക്യൂട്ട് അല്ലേ? കാരണം ഡയോഡ് എന്ത് ചെയ്യും, കറണ്ടിനെല്ലാം കടത്തി വിടാൻ തുടങ്ങും അല്ലേ? അപ്പോൾ ഈ സർക്യൂട്ട് എന്തായി മാറി, ആദ്യത്തെ പറഞ്ഞോട്ടെ. ഡയോഡ് ഫോർവേഡ് ബയാസ്ഡ് ആകുമ്പോൾ ഇത് ഷോർട്ടായി. ഷോർട്ട് ആകുമ്പോൾ ഈ സർക്യൂട്ട് ആരെ പോലെ കാണാനുള്ളത്, നിങ്ങൾ പഠിച്ച ഒരാളാണ് ഫസ്റ്റ് മൊഡ്യൂളിൽ. വോൾട്ടേജ് കറക്റ്റ്, ഗുഡ് അല്ലേ? വോൾട്ടേജ് ഫോളോവർ ആയി അല്ലേ? അപ്പൊ ഡയോഡ് ഫോർവേഡ് ബയാസ്ഡ് ആകുമ്പോൾ ഈ സർക്യൂട്ട് എന്തായി മാറി, വോൾട്ടേജ് ഫോളോവർ ആയി മാറി. അപ്പൊ വോൾട്ടേജ് ഫോളോവർ എന്താ ചെയ്യുക, നിങ്ങൾ എന്താണോ കൊടുത്ത ആ ഇൻപുട്ട് വോൾട്ടേജ് തന്നെയാണ് എന്ത് ചെയ്യുക, ഇതിന്റെ ഔട്ട്പുട്ടിൽ പ്രൊവൈഡ് ചെയ്യുക. അതല്ല നമ്മൾ പഠിച്ചേ. അപ്പോൾ ഇൻപുട്ട് എന്താ, വി സിനേക്കാളും കൂടിയ വോൾട്ടേജ് അല്ലേ? ആ വോൾട്ടേജ് എവിടെ എത്തും, വോൾട്ടേജ് ഫോളോവർ ആയതുകൊണ്ട് ഇവിടെ എത്തും. അപ്പൊ കപ്പാസിറ്റർ എന്താ ചെയ്യുക, കപ്പാസിറ്റർ ടെർമിനൽ ഇപ്പോഴുള്ള വോൾട്ടേജ് വി സി ആയിരുന്നു അല്ലെ? ഡയോഡ് ഫോർവേഡ് ബയാസ്ഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിച്ചേ, ഇവിടെയുള്ള വോൾട്ടേജ് വി സിനേക്കാളും കൂടിയൊരു വോൾട്ടേജാണ് വരുന്നത് അല്ലെ? അപ്പൊ കപ്പാസിറ്റർ എന്താ ചെയ്യുക, ആ കൂടിയ വോൾട്ടേജിലേക്ക് എന്ത് ചെയ്യും, ചാർജ് ചെയ്യും. സംശയമില്ലല്ലോ. അപ്പൊ ഇൻപുട്ട് വോൾട്ടേജ് കൂടി 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 എത്ര വരെ വരുന്നുണ്ട്, മാക്സിമം വി എം വരുന്നുണ്ട്. അപ്പൊ ഇൻപുട്ട് വോൾട്ടേജ് വി എം ആവുമ്പോൾ ഇതെന്ത് തന്നെയായിരിക്കും, വോൾട്ടേജ് ഫോളോവർ തന്നെയായിരിക്കും അല്ലെ? വോൾട്ടേജ് ഫോളോവർ ആയിട്ട് ഇതിന്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്തായിരിക്കും, വി എം ആയിരിക്കും. ശരിയല്ലേ? അപ്പൊ ഇവിടെ വി എം വോൾട്ടേജ് വരുമ്പോൾ കപ്പാസിറ്റർ എത്ര വോൾട്ടിലേക്ക് ചാർജ് ചെയ്യും, എത്ര വോൾട്ടേക്ക് ചാർജ് ചെയ്യും ആദിത്യ? വി എം വോൾട്ടിലേക്ക് ചാർജ് ചെയ്യും. അപ്പൊ ഇവിടെ വി എം എത്തുമ്പോൾ കപ്പാസിറ്ററിന്റെ വോൾട്ടേജ് എത്രയായി മാറി, വി എം ആയി മാറി. സംശയമില്ലല്ലോ. ഇനി ഈ ഗ്രാഫിൽ എന്താ സംഭവിക്കുന്നത് നോക്കിയട്ടെ. അപ്പൊ ഇൻപുട്ട് വോൾട്ടേജ് വി എം ആകുമ്പോൾ കപ്പാസിറ്റർ വോൾട്ടേജ് എത്രയായി, എത്രയിലേക്ക് ചാർജ് ചെയ്തു, വി എമ്മിലേക്ക് ചാർജ് ചെയ്തു. ഇനി എന്താ സംഭവിക്കുന്നത്, ഇൻപുട്ട് വോൾട്ടേജ് കുറയാൻ തുടങ്ങുക. ശരിയല്ലേ? ഇൻപുട്ട് വോൾട്ടേജ് കുറയുമ്പോൾ നിങ്ങൾ നോക്കിയിട്ട് എന്താ സംഭവിക്കുക, ഇൻപുട്ട് വോൾട്ടേജ് കുറയുമ്പോൾ ഇവിടെ വി എം വോൾട്ടാ ഉള്ളത്, ഇവിടെയോ വി എമ്മിനേക്കാളും ചെറിയൊരു വോൾട്ടാ ഉള്ളത്. അപ്പൊ ഡയോഡ് എന്തായി മാറി, റിവേഴ്സ് ബയസ്ഡ് ആയി മാറിയില്ലേ അല്ലേ? റിവേഴ്സ് ബയസ്ഡ് ആയി മാറി. ഈ സർക്യൂട്ട് എന്തായിപ്പോയി, ഓപ്പൺ ആയിപ്പോയി. അപ്പോൾ ഈ ഇൻസ്റ്റന്റിൽ കപ്പാസിറ്ററിന്റെ കയ്യിലുള്ള ചാർജ് എത്രയായിരിക്കും ആദിത്യ, അല്ല വോൾട്ടേജ് എത്രയായിരിക്കും, വി സി ആണോ? കാരണം കപ്പാസിറ്റർ വി എം വരെ ചാർജ് ചെയ്തില്ലേ? അപ്പം കപ്പാസിറ്റർ കയ്യിലുള്ള ഇപ്പോഴത്രേ ഉള്ളത്, വി എം ആ ഉള്ളത് അല്ലെ? ഇനി ഇൻപുട്ട് വോൾട്ടേജ് കുറയുമ്പോഴോ വി സി ആവുമോ? ഇൻപുട്ട് വോൾട്ടേജ് കുറയുമ്പോൾ ഈ ഡയോഡ് ഓപ്പൺ സർക്യൂട്ട് ആയി. അതായത് കപ്പാസിറ്റർ നമ്മൾ എന്ത് ചെയ്തു, ഐസൊലേറ്റ് ചെയ്തു, ഡിസ്കണക്ട്. ഈ സർക്യൂട്ട് ആയിട്ട് പിന്നെ ഇടപാടുണ്ടാവന്, ഇത് ഓപ്പൺ ആയില്ലേ? അപ്പൊ കപ്പാസിറ്റർ കയ്യിൽ ഇപ്പോൾ ഉള്ള എത്രയാ, വി എം ആണ്. ആ വി എം അവിടെ തന്നെ കിടക്കും അല്ലെ? അപ്പൊ കപ്പാസിറ്ററിന്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് എത്രയായിരിക്കും, വി എം ആയിരിക്കും. അപ്പൊ ചുരുക്കി പറഞ്ഞ ഒന്നുമില്ല, കപ്പാസിറ്ററിന്റെ കയ്യിൽ എത്രയാണോ വോൾട്ടേജ് ഉള്ളത് അതിനേക്കാളും വലിയൊരു വോൾട്ടേജ് നമ്മുടെ ഈ പീക്ക് ഡിറ്റക്ടറിന്റെ ഇൻപുട്ടിൽ വരുമ്പോൾ, അതായത് ഇപ്പം കപ്പാസിറ്ററിന്റെ കയ്യിൽ 5 വോൾട്ടാ ഉള്ളതെന്ന് വിചാരിച്ചോ. ഈ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് വോൾട്ടേജ് എന്ത് ചെയ്തു, 5.1 ആയി അല്ലെ? അപ്പൊ 5.1 ആകുമ്പോൾ, സോറി 6 വോൾട്ടാന്ന് വിചാരിച്ചു, 6 വോൾട്ടായി. അപ്പൊ 6 വോൾട്ട് ആകുമ്പോൾ എന്താ സംഭവിക്കുക, കപ്പാസിറ്ററിന്റെ കയ്യിലുള്ള 5 വോൾട്ടാ ഉള്ളത്, നിങ്ങൾ ഇൻപുട്ട് വോൾട്ടേജ് എത്രയാ, 6. അപ്പൊ ഈ ഡയോഡ് എന്തായി മാറി, ഫോർവേഡ് ബയസ്ഡ് ആയി മാറി അല്ലെ? അപ്പൊ ഇതെന്തായി മാറി, മൊത്തത്തിൽ ഒരു വോൾട്ടേജ് ഫോളോവർ ആയി. അപ്പൊ വോൾട്ടേജ് ഫോളോവർ എന്ന് പറഞ്ഞാൽ എന്താണോ ഇൻപുട്ട് കൊടുക്കുന്നത് അത് തന്നെ ഔട്ട്പുട്ട് വരുന്നതാണ് എന്ത്, വോൾട്ടേജ് ഫോളോവർ. അപ്പൊ ഇവിടെ 6 വോൾട്ട് ആകുമ്പോൾ ഇവിടെ എത്ര വന്നു, 6 വോൾട്ട്. ശരിയല്ലേ? കപ്പാസിറ്റർ കയ്യിലുള്ള 5 വോൾട്ട്. അപ്പൊ കപ്പാസിറ്റർ എന്ത് ചെയ്യും,
ഇവിടെ 6 വോൾട്ട് വരുമ്പോൾ കപ്പാസിറ്റർ എന്ത് ചെയ്യും? 6 വോൾട്ടിലേക്ക് എന്ത് ചെയ്യാൻ ചാർജ് ചെയ്യും അല്ലെ? അപ്പൊ കപ്പാസിറ്റർ വോൾട്ടേജ് ഇപ്പോൾ എത്രയായി? 5 ഉള്ളത് എത്രയായി മാറി? 6 മാറി. ശരിയല്ലേ? ഇനി ഇൻപുട്ട് വോൾട്ടേജ് 6 കുറഞ്ഞിട്ട് വീണ്ടും എന്തായി മാറി? 5 വിചാരിച്ചോ അല്ലെ? ഇപ്പൊ കപ്പാസിറ്ററിന്റെ കയ്യിൽ ഇപ്പോൾ ഉള്ള എത്രയാണ്? 6. ഇൻപുട്ട് എത്രയാണ്? 5 അല്ലെ? അപ്പൊ ഡയോഡിന്റെ ആ 5 ഇവിടെ വരും. അപ്പൊ ഡയോഡിന്റെ ഇവിടെ എത്ര വോൾട്ട് വന്ന്? 5 വോൾട്ട് വന്ന്. കപ്പാസിറ്ററിന്റെ കയ്യിലുള്ള വോൾട്ട് എത്രയാ? 6 വോൾട്ടാ. അപ്പൊ ഡയോഡിന്റെ അല്ലെ ഈ പോയിന്റിൽ 6 ആണ്, ഈ പോയിന്റിലോ 5 ആ. അപ്പൊ ഈ ഡയോഡ് എന്തായി മാറി? റിവേഴ്സ് ബയസ്ഡ് ആയില്ലേ? അപ്പൊ റിവേഴ്സ് ബയസ്ഡ് ആകുമ്പോൾ ഇത് ഡിസ്കണക്ട് ആയി. അപ്പൊ ഈ 5 വോൾട്ട് എങ്ങോട്ടേക്ക് എത്തൂല? ഈ കപ്പാസിറ്ററിലേക്ക് എത്തൂല. അപ്പൊ കപ്പാസിറ്ററിന്റെ കയ്യിൽ എത്ര തന്നെ ഉണ്ടാവും? ഇപ്പോഴ് 6 വോൾട്ട് തന്നെ ഉണ്ടാവുക. അപ്പൊ കപ്പാസിറ്റർ നിങ്ങൾ കൊടുക്കുന്ന വേവിന്റെ മാക്സിമം വോൾട്ടേജ് എത്രയാണോ ആ വോൾട്ടേജിൽ അവിടെ തന്നെ എന്ത് ചെയ്ത് നിൽക്കും. ഇനി കുറച്ച് കഴിയുമ്പോൾ 7 വോൾട്ട് വന്നു വെച്ചോ. അപ്പൊ 7 വോൾട്ട് വരുമ്പോൾ എന്താ സംഭവിക്കുക? ഈ ഡയോഡ് വീണ്ടും ഫോർവേഡ് ബയസ്ഡ് ആയിട്ട് കപ്പാസിറ്റർ എത്ര വോൾട്ടിലേക്ക് ചാർജ് ചെയ്യും? 7 വോൾട്ടിലേക്ക് ചാർജ് ചെയ്യും. അതായത് ഇവന്റെ കയ്യിലുള്ളതിനേക്കാളും വലിയൊരു വോൾട്ടേജ് വരുമ്പോൾ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ഈ ഡയോഡ് ഫോർവേഡ് ബയസ്ഡ് ആയിട്ട് ആ വോൾട്ടേജിലേക്ക് കപ്പാസിറ്റർ എന്ത് ചെയ്യും? ചാർജ് ചെയ്യും. ഇവന്റെ കയ്യിലുള്ള വോൾട്ടേജിനേക്കാളും ചെറിയ വോൾട്ടേജാ വരുന്നുണ്ടെങ്കിൽ ഈ ഡയോഡ് എന്ത് ചെയ്യും? റിവേഴ്സ് ബയസ്ഡ് ആയിട്ട് എന്ത് ചെയ്യും? ആ വോൾട്ടേജ് എങ്ങോട്ടേക്ക് കടത്തി വിടൂല? കപ്പാസിറ്ററിലേക്ക് കടത്തി വിടൂല. മനസ്സിലായി? അപ്പൊ കപ്പാസിറ്ററിന്റെ കയ്യിൽ എപ്പോഴും എന്താ ഉണ്ടാവുക? വന്നതിൽ ഏറ്റവും വലിയ വാല്യൂ എത്രയാണോ അത് എപ്പോഴും ആരുടെ കയ്യിലുണ്ടാവും? കപ്പാസിറ്ററിന്റെ കയ്യിലുണ്ടാവും. ശരിയല്ലേ? അപ്പൊ ഇതാണ് ആരുടെ വർക്കിംഗ്? പീക്ക് ഡിറ്റക്ടറിന്റെ വർക്കിംഗ്. മനസ്സിലായോ അദ്വൈതേ? അദ്വൈത് സാർ. മനസ്സിലായിനാ? ആ ഒന്നുകൂടെ പറയണ. ഇപ്പൊ എക്സാമിന് ചോദിച്ചാൽ നിങ്ങൾ പീക്ക് ഡിറ്റക്ടറിന്റെ ഡയഗ്രാം വരക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് പറയാ? അല്ല ഈ സർക്യൂട്ട് എന്താ ചെയ്യാ? പീക്ക് ഡിറ്റക്ടർ എന്താ ചെയ്യാ? നിങ്ങൾ കൊടുക്കുന്ന ഇൻപുട്ട് വോൾട്ടേജ് എത്രയാണോ മാക്സിമം ആ വോൾട്ടേജ് അല്ല നിങ്ങൾ ഔട്ട്പുട്ടിൽ പ്രൊവൈഡ് ചെയ്യുന്ന സർക്യൂട്ട് ആണ് എന്ത്? പീക്ക് ഡിറ്റക്ടർ അല്ല പ്രൊവൈഡ്സ് പീക്ക് വോൾട്ടേജ് ഓഫ് ദി ഇൻപുട്ട് സിഗ്നൽ. ഇൻപുട്ട് സിഗ്നലിന്റെ പീക്ക് വോൾട്ടേജ് പ്രൊവൈഡ് ചെയ്യുന്ന സർക്യൂട്ട് ആണ് എന്ത്? പീക്ക് ഡിറ്റക്ടർ. ദി സർക്യൂട്ട് ഹാസ് ദ പ്രോപ്പർട്ടി ദാറ്റ് ഇറ്റ് ഫോളോസ് ദി മാക്സിമം വാല്യൂ. അപ്പൊ ഇതിന്റെ പ്രോപ്പർട്ടി എന്താണ്? അത് നിങ്ങൾ കൊടുക്കുന്ന ഇൻപുട്ടിന്റെ മാക്സിമം എത്രയാണോ അത് എപ്പോഴും എന്ത് ചെയ്യും? അത് ഫോളോ ചെയ്യും. മിനിമം താഴത്തേക്ക് എന്ത് ചെയ്യില്ല? പോവില്ല. അല്ല ഒരിക്കൽ ഒരു മാക്സിമം വാല്യൂ വന്നു കഴിഞ്ഞാൽ ആ വാല്യൂ തന്നെ നിൽക്കും. അതിനേക്കാളും വലിയൊരു മാക്സിമം വാല്യൂ പിന്നെ വരുമെങ്കിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് എത്രയിലേക്ക് പോകും? ആ മാക്സിമം വാല്യൂലേക്ക് എന്ത് ചെയ്യും? പോകും. അല്ല ഇനി ഇതിന്റെ ഔട്ട്പുട്ടിൽ എപ്പോഴും എന്താ ഉണ്ടാവുക? ഇതുവരെ വന്ന വോൾട്ടേജിലെ ഏറ്റവും ഹയസ്റ്റ് വോൾട്ടേജ് എന്ത് ചെയ്യും? ഇതിന്റെ ഔട്ട്പുട്ടിൽ അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. ശരിയല്ല? ഇനി നിങ്ങൾ എക്സാമിന് ചോദിച്ചാൽ ഇനി അടുത്ത പോയിന്റ് ആയിട്ട് നിങ്ങൾ എന്ത് പറയാം? ഇനീഷ്യലി എന്താ നമ്മൾ എടുക്കുക? കപ്പാസിറ്ററിന്റെ വോൾട്ടേജ് വി സി ആണെന്ന് വിചാരിച്ചോ അല്ലെ? Let's assume the initial voltage of the capacitor. At present the voltage across the capacitor is Vc. ഇനി നിങ്ങൾ എന്ത് പറയാ? When the input voltage is less than Vc എന്താ സംഭവിക്കുക? ലെസ് ദാൻ Vc ആണെങ്കിൽ എന്താ സംഭവിക്കുക? ഈ ഡയോഡ് എന്തായി പോവും? റിവേഴ്സ് ബയസ്ഡ് ആയി പോവും അല്ലെ? റിവേഴ്സ് ബയസ്ഡ് ആകുമ്പോൾ ഈ കപ്പാസിറ്റർ എന്ത് ചെയ്യും? ഐസൊലേറ്റഡ് ആവും. അപ്പൊ കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് എന്തായിരിക്കും? Vc തന്നെ ആയിരിക്കും. അതായത് ഇൻപുട്ട് വോൾട്ടേജ് Vc കുറവാണെങ്കിൽ ഈ കപ്പാസിറ്ററിന്റെ വോൾട്ടേജ് എന്ത് തന്നെയായിരിക്കും? Vc തന്നെയായിരിക്കും. ഇനി കേസ് 2 അടുത്ത പോയിന്റ് ആയിട്ട് പറയാം. എന്താ? when the input voltage exceeds Vc അല്ല Vcയേക്കാൾ വലിയൊരു വോൾട്ടേജ് ആണ് ഇൻപുട്ട് വോൾട്ടേജ് വരുന്നതുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? ഈ ഡയോഡ് എന്തായി മാറും? ഫോർവേഡ് ബയസ്ഡ് ആയി മാറും. ഈ ഡയോഡ് ഫോർവേഡ് ബയസ്ഡ് ആയാൽ ഈ സർക്യൂട്ട് എന്തായി മാറി? ആദ്യത്തെ പറഞ്ഞു എന്തായി മാറി? വോൾട്ടേജ് ഫോളോവർ ആയി മാറി. അപ്പോൾ വോൾട്ടേജ് ഫോളോവർ ആയി മാറുമ്പോൾ വാട്ട് എവർ ബി ദി ഇൻപുട്ട് വോൾട്ടേജ് അല്ലെ ദാറ്റ് വിൽ കം അക്രോസ് ഏത്? ദി ഔട്ട്പുട്ട് ടെർമിനൽ. അത് തന്നെയായിരിക്കും ഇവിടെ വരുന്നുണ്ടാവുക, ഔട്ട്പുട്ട് ടെർമിനൽ വരുന്നുണ്ടാവുക. ഇനി ആ വോൾട്ടേജിലേക്ക് ആര് ചാർജ് ചെയ്യും? കപ്പാസിറ്റർ ചാർജ് ചെയ്യും. ഇനി ഫ്രം ഫിഗർ ദ പീക്ക് വാല്യൂ ഈസ് വി എം അല്ലെ? സോ വെൻ ദി ഇൻപുട്ട് വോൾട്ടേജ് ഈസ് വി എം ദ ഡയോഡ് ഈസ് വിൽ ഗെറ്റ് എന്ത്? ഫോർവേഡ് ബയാസ്. സോ ദ സർക്യൂട്ട് വിൽ ബിക്കം എന്ത്? എ വോൾട്ടേജ് ഫോളോവർ ആൻഡ് നൗ ദി കപ്പാസിറ്റർ വിൽ ചാർജ് ടു എ വോൾട്ടേജ് ഏത്? വി എം ഓർ ദി പീക്ക് വാല്യൂ. When the input voltage decreases from Vm, എന്താ സംഭവിക്കുക? The diode will be reverse biased and the capacitor is isolated from the circuit. So the charge across the capacitor will be എത്ര? Vm. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഫുൾ മാർക്കായി ഈ ഡയഗ്രാം വരച്ചിട്ട്. ക്ലിയർ അല്ല? നമുക്ക് ഒന്നും കൂടെ എല്ലാം ഒന്ന് അല്ല റീഫ്രഷ് ചെയ്യാം. സ്ലൈഡ് വന്നാ? സാർ വന്നു. ഇപ്പൊ കമ്പാരേറ്റർ സർക്യൂട്ട് എന്താ? കമ്പാരേറ്റർ സർക്യൂട്ട് രണ്ട് ഇൻപുട്ട് ഉണ്ട്. മലയാളത്തിൽ പറഞ്ഞാൽ പോരാ? രണ്ട് ഇൻപുട്ട് ഉണ്ട് അല്ലെ?
ഇനി ഇതെന്താ ചെയ്യുക, രണ്ട് ഇൻപുട്ട് ടെർമിനൽ എന്ത് ചെയ്യും, കമ്പയർ ചെയ്യും. ഒന്ന് ഇൻപുട്ട് ആണ്, ഒന്ന് റെഫറൻസ് ആണ്. ഇനി ഇൻപുട്ട് വോൾട്ടേജ് റെഫറൻസ് വോൾട്ടേജിനേക്കാൾ എക്സീഡ് ചെയ്യുമ്പോൾ ഒന്നുകിൽ ഔട്ട്പുട്ട് എന്തായിരിക്കും, പ്ലസ് വി സാറ്റ് ആയിരിക്കും, അല്ലെങ്കിലോ മൈനസ് വി സാറ്റ് ആയിരിക്കും. ഇനി പ്ലസ് വി സാറ്റ് ആണ് കിട്ടുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും, നോൺ ഇൻവേർട്ടിംഗ് കമ്പാരേറ്റർ. ഇനി മൈനസ് വി സാറ്റ് ആണ് കിട്ടുന്നുണ്ടെങ്കിൽ എന്ത് വിളിക്കും, അതിനെ ഇൻവേർട്ടിംഗ് കമ്പാരേറ്റർ. ഈ ഡയഗ്രം എല്ലാം വരക്കുക, അല്ല ഇൻപുട്ട് ഒക്കെ എവിടെയാണ് കൊടുക്കുന്നത് നിങ്ങൾ എന്ത് ചെയ്യുക, എക്സ്പ്ലെയിൻ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഈ ഗ്രാഫും കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, എക്സ്പ്ലെയിൻ ചെയ്യണം. ഇതാണ് ഗ്രാഫ് അല്ലെ. ഫ്രം ഫിഗർ ഗ്രാഫ് എന്താ, ഫ്രം എന്ത് ഇൻപുട്ട് വോൾട്ടേജ് എക്സീഡ്സ് ദ റെഫറൻസ് വോൾട്ടേജ്. അതായത് ഈ പോയിന്റ് മുതൽ ഈ പോയിന്റ് ഇവിടം വരെ എന്താ, ഇൻപുട്ട് വോൾട്ടേജ് എന്താ, എക്സീഡ്സ് ദി റെഫറൻസ് വോൾട്ടേജ്. അപ്പൊ ഔട്ട്പുട്ട് എന്തായിരിക്കും, പ്ലസ് വി സാറ്റ് ആയിരിക്കും. ഇനി ഇവിടുന്ന് ഇവിടെ വരെ ഇൻപുട്ട് വോൾട്ടേജ് ഏതിനേക്കാളും താഴെയാ ഉള്ളത്, റെഫറൻസ് വോൾട്ടേജിന് താഴെയാ ഉള്ളത്. അപ്പൊ ഔട്ട്പുട്ട് എന്തായിരിക്കും, മൈനസ് വി സാറ്റ് ആയിരിക്കും. ഇനി വീണ്ടും ഈ പോയിന്റ് മുതൽ ഈ പോയിന്റ് വരെ ഇൻപുട്ട് വോൾട്ടേജ് എന്താ, റെഫറൻസ് വോൾട്ടേജിനേക്കാളും കൂടുതലാണ്. അപ്പൊ ഔട്ട്പുട്ട് എന്തായിരിക്കും, പ്ലസ് വി സാറ്റ് ആയിരിക്കും. അതായത് ഇൻപുട്ട് വോൾട്ടേജ് റെഫറൻസ് വോൾട്ടേജിനേക്കാളും കൂടുമ്പോൾ നോൺ ഇൻവേർട്ടിംഗ് കമ്പാരേറ്റർ എന്താ തരുക, പ്ലസ് വി സാറ്റാ തരുക. കുറയുമ്പോഴെന്താ തരുക, മൈനസ് വി സാറ്റാ തരുക. ഇനി ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആളാണ് ആര്, ഇൻവേർട്ടിംഗ് കമ്പാരേറ്റർ. അപ്പൊ ഇൻവേർട്ടിംഗ് കമ്പാരേറ്റർ എന്താ ചെയ്യുക, നിങ്ങൾ ഒന്നും ചെയ്യേണ്ട, ഇതേ ഡയഗ്രാം തന്നെ ടെർമിനലിൽ മാറ്റി കൊടുക്കുക. നേരത്തെ മേലെ വി ഇൻ കൊടുക്കുമ്പോൾ ഇപ്പം വി ഇൻ എവിടെയാ കൊടുക്കേണ്ടത്, ഇൻവേർട്ടിംഗ് ടെർമിനലും. വി റെഫറൻസ് എവിടെയും കൊടുക്കുക, നോൺ ഇൻവേർട്ടിംഗിൽ ടെർമിനലും എന്ത് ചെയ്യുക, കൊടുക്കുക. ഇതിന്റെ ഗ്രാഫ് എന്താ വരിക, നേരത്തെ വന്ന ഗ്രാഫിന്റെ നേരെ ഓപ്പോസിറ്റ്. അതായത് ഇൻപുട്ട് വോൾട്ടേജ് റെഫറൻസ് വോൾട്ടേജിനേക്കാളും കൂടുമ്പോൾ ഔട്ട്പുട്ട് എന്തായിരിക്കും, മൈനസ് വി സാറ്റ് ആയിരിക്കും. കുറയുമ്പോൾ ഔട്ട്പുട്ട് എന്തായിരിക്കും, പ്ലസ് വി സാറ്റ് ആയിരിക്കും. ക്ലിയർ അല്ല. ഇനി റെഫറൻസ് വോൾട്ടേജ് സീറോ ആയിട്ട് എടുത്താൽ അതിനെന്ത് വിളിക്കും, സീറോ ക്രോസിംഗ് ഡിറ്റക്ടർ. അപ്പൊ ഒന്നുമില്ല, അതേ ഡയഗ്രാം തന്നെ റെഫറൻസ് വോൾട്ടേജ് നമ്മൾ എന്താക്കി മാറ്റുക, സീറോ ആക്കി മാറ്റുക. അപ്പൊ അതും രണ്ട് ടൈപ്പ് ഉണ്ട്, നോൺ ഇൻവേർട്ടിംഗ് സീറോ ക്രോസിംഗ് ഡിറ്റക്ടർ ഉണ്ട്, ഇൻവേർട്ടിംഗ് സീറോ ക്രോസിംഗ് ഡിറ്റക്ടർ ഉണ്ട്. അപ്പൊ ഇതാണ് എന്ത്, നോൺ ഇൻവേർട്ടിംഗ് സീറോ ക്രോസിംഗ് ഡിറ്റക്ടർ. അതിൽ സീറോ നെഗറ്റീവ് ടെർമിനലും കൊടുക്കുക, നോൺ ഇൻവേർട്ടിംഗ് ടെർമിനൽ എന്തും കൊടുക്കുക, വി എന്നും കൊടുക്കുക. ശരിയല്ല. ഇനി ഈ സ്ലൈഡിൽ നോക്കിയട്ടെ, ഇൻപുട്ട് വോൾട്ടേജ് സീറോനേക്കാളും കൂടുമ്പോൾ ഔട്ട്പുട്ട് എന്തായിരിക്കും, പ്ലസ് വി സാറ്റ് ആയിരിക്കും. ഇൻപുട്ട് വോൾട്ടേജ് സീറോനേക്കാളും കുറയുമ്പോൾ എന്തായിരിക്കും, മൈനസ് വി സാറ്റ് ആയിരിക്കും. ഇതാണ് എന്ത്, നോൺ ഇൻവേർട്ടിംഗ് സീറോ ക്രോസിംഗ് ഡിറ്റക്ടർ. ഇനി അടുത്ത പഠിക്കാനുള്ള ഏതാ, ഇൻവേർട്ടിംഗ് സീറോ ക്രോസിംഗ് ഡിറ്റക്ടർ. അപ്പൊ അത് സെയിം ഡയഗ്രാം തന്നെ ടെർമിനൽ തിരിച്ചു കൊടുക്കുക അല്ലെ. നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിൽ സീറോയും കൊടുക്കുക, ഇൻവേർട്ടിംഗ് ടെർമിനൽ എന്തും കൊടുക്കുക, വി വണ്ണും കൊടുക്കുക. അപ്പൊ എന്തായി മാറി, ഇൻവേർട്ടിംഗ് സീറോ ക്രോസിംഗ് ഡിറ്റക്ടർ ആയി. നിങ്ങൾ നോക്കിയാൽ മതി, ഇൻവേർട്ടിംഗ് ടെർമിനലാണ് കൊടുക്കുന്ന ഇൻപുട്ട് കൊടുക്കുന്നത് എന്തായിരിക്കും, ഇൻവേർട്ടിംഗ് സീറോ ക്രോസിംഗ് ഡിറ്റക്ടർ ആയിരിക്കും. ഇനി അതിന്റെ ഗ്രാഫ് എങ്ങനെ വരിക, ഇൻപുട്ട് വോൾട്ടേജ് സീറോനേക്കാളും കൂടുമ്പോൾ നേരത്തെ പോസിറ്റീവാ കിട്ടിയ പ്ലസ് വി സാറ്റ്, ഇവിടെ എന്ത് വരും, മൈനസ് വി സാറ്റ് വരും. ഇൻപുട്ട് സീറോനേക്കാളും കുറയുമ്പോൾ എന്ത് കിട്ടും, ഇവിടെ പ്ലസ് വി സാറ്റ് കിട്ടും. ഇതാണ് എന്ത്, സീറോ ക്രോസിംഗ് ഡിറ്റക്ടർ. ഇനി പീക്ക് ഡിറ്റക്ടർ ഉണ്ട്. പീക്ക് ഡിറ്റക്ടർ എന്താ ചെയ്യുക, നിങ്ങൾ ഒരു ഫൈനൈറ്റ് ഡ്യൂറേഷനുള്ള ഒരു സിഗ്നൽ കൊടുത്തു കഴിഞ്ഞാൽ ആ സിഗ്നലിന്റെ ഏറ്റവും ഹയസ്റ്റ് വാല്യൂ എത്രയാണോ ആ വാല്യൂ എന്ത് ചെയ്യും, ഈ സർക്യൂട്ട് നിങ്ങൾക്ക് കണ്ടുപിടിച്ച് ഔട്ട്പുട്ട് ആയിട്ട് വരും. അപ്പൊ ഇതാണ് എന്ത്, അതിന്റെ സർക്യൂട്ട്. നമ്മൾ കൊടുക്കുന്ന വേവ് ഫോം ഓർമ്മിച്ചിരിക്കുക. ഇനീഷ്യൽ വോൾട്ടേജ് എത്രയാണ്, അറ്റ് പ്രസന്റ് അല്ലെ, കറന്റ് വാല്യൂ ഓഫ് ദി ഇൻപുട്ട് സിഗ്നൽ എത്രയാ, വി സി ആണ്. അപ്പൊ കപ്പാസിറ്റർ എന്ത് ചെയ്തിട്ടുണ്ടാവും, വി സി ചാർജ് വരെ ചാർജ് ചെയ്തിട്ടുണ്ടാവും. ഇനി ഇൻപുട്ട് വോൾട്ടേജ് വി സിനേക്കാളും കുറയുമ്പോൾ എന്താ സംഭവിക്കുക, ഈ ഡയോഡ് എന്തായി മാറും, റിവേഴ്സ് ബയസ്ഡ് ആയി മാറും. അപ്പൊ ഈ സർക്യൂട്ട് എന്തായി, ഓപ്പൺ ആയി. അപ്പൊ കപ്പാസിറ്ററിന്റെ ഔട്ട്പുട്ടിലെ വോൾട്ടേജ് എത്ര തന്നെയായിരിക്കും, വി സി തന്നെയായിരിക്കും. അത് അവിടെ തന്നെ നിൽക്കും. ഇനി ഏതെങ്കിലും ഒരു അവസരത്തിൽ ഇൻപുട്ട് വോൾട്ടേജ് ഈ വി സിനേക്കാളും കൂടുമ്പോഴെന്താ സംഭവിക്കുക, ഈ ഡയോഡ് എന്തായി മാറും, ഫോർവേഡ് ബയസ്ഡ് ആയി മാറും. ഇനി ആ വോൾട്ടേജിലേക്ക് ആര് ചാർജ് ചെയ്യും, കപ്പാസിറ്റർ ചാർജ് ചെയ്യും അല്ലെ. ഇനി ലെറ്റ്സ് അസ്യൂം എന്താ, ഇൻപുട്ട് വോൾട്ടേജ് ഈസ് ഈക്വൽ ടു വി എം. അപ്പൊ വി എം ആണെങ്കിൽ വി എം വി സിനേക്കാളും കൂടിയ വോൾട്ടേജ് അല്ലേ. അപ്പൊ എന്താ സംഭവിക്കുക, ഈ ഡയോഡ് എന്തായി മാറും, ഫോർവേഡ് ബയസ്ഡ് ആയി മാറും. അപ്പൊ കപ്പാസിറ്റർ ഏത് വോൾട്ടേജിലേക്ക് ചാർജ് ചെയ്യും, വി എം വോൾട്ടേജിലേക്ക് എന്ത് ചെയ്യും, ചാർജ് ചെയ്യും. ഇനി ഇൻപുട്ട് വോൾട്ടേജ് വി എമ്മിനേക്കാളും കുറയുമ്പോഴോ ഈ കപ്പാസിറ്റർ എന്തായി മാറും, ഡയോഡ് എന്തായി മാറും, റിവേഴ്സ് ബയസ്ഡ് ആയി മാറും. ഈ സർക്യൂട്ട് എന്തായി, ഓപ്പൺ ആയി, അല്ലെങ്കിൽ കപ്പാസിറ്റർ ഐസൊലേറ്റ് ചെയ്തു അല്ലെ. അപ്പം കപ്പാസിറ്ററിലെ വോൾട്ടേജ് എത്രയാ, വി എം അല്ലേ. ആ വോൾട്ടേജ് തന്നെ ആര് നിൽക്കും, കപ്പാസിറ്റർ എന്ത് ചെയ്യും, നിൽക്കും. അതാണ് എന്ത്, പീക്ക് ഡിറ്റക്ടർ. സംശയം ഉണ്ടോ? നിങ്ങൾ കമന്റ് ബോക്സിൽ അറ്റൻഡൻസ് മാർക്ക് ചെയ്യാം കേട്ടോ.